ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ നല്ല സമയത്ത് വിശേഷാൽ കർത്താവിൻ്റെ വലിയൊരു ദാസൻ ചേസ് പാസ്റ്റർ മൊത്തം ചില ആത്മീയ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുവാൻ ഇപ്രകാരം ഒരു അവസരം ദൈവം നൽകിയാൽ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ ഈ സമയം നമുക്ക് വേണ്ടി വേർതിരിച്ച് ദൈവകൃപ നമ്മുടെ മധ്യ കടന്നു വന്ന കർത്താവദാസോട് നന്ദി അറിയിക്കുകയാണ്. ഇന്ന് ആത്മീയ ലോകത്തിൽ ദൈവസഭകളിൽ ദൈവമക്കളുടെ ഇടയിൽ പ്രചാരമായി നിൽക്കുന്ന പല വിഷയങ്ങളുണ്ട്. പല വിഷയങ്ങളിലും ദൈവമക്കളുടെ ഇടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും നിലപാടുകളും പഠിപ്പിക്കലുകളും ഉയർന്നു വരുന്ന സമയങ്ങളിൽ വിശേഷാൽ സോഷ്യൽ മീഡിയയുടെയും മറ്റും അതിപ്രസരണവും അതിയായ ഉപയോഗവും നിലനിൽക്കുന്ന വിശ്വാസികളിലേറെ പങ്കാളുകളും പഠിപ്പിക്കലുകളും മറ്റും സ്വീകരിക്കാനും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനും സോഷ്യൽ മീഡിയയ്ക്കുള്ള ഈ വലിയൊരു ഇൻഫ്ലുവൻസ് ഉള്ള സമയത്ത് ഈ ദൈവവചനത്തിൻ്റെതായ സത്യങ്ങൾ വ്യക്തതയോടുകൂടി പഠിപ്പിക്കുവാൻ ഈ നാളുകളിൽ കർത്താവ് ദൈവദാസനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ഓർക്കുകയാണ്. പ്രത്യേകിച്ചാൽ എന്നെ സംബന്ധിച്ചോളം പേഴ്സണലി പറയുവാണെങ്കിലും ഒരു യാഥാസ്ഥികമായ പെന്തക്കോസ്റ്റ് ചിന്താഗതിയിൽ കടന്നു വന്ന ഒരാൾ എന്ന നിലയിൽ കൂടിയും എന്നാൽ എന്താണ് ശരിക്കും ബിബ്ലിക്കൽ വ്യൂ പോയിന്റിലുള്ള ക്രിസ്തീയ ജീവിതമെന്നും രക്ഷയെന്നും വീണ്ടും ജനനമെന്നും ഒക്കെ വളരെ സിമ്പിളായിട്ട് കർത്താവിൻ്റെ ദാസന്റെ വചന ശുശ്രൂഷ മുഖാന്തരം അത് ഗ്രഹിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, എന്നെ പോലുള്ള അനേക ചെറുപ്പക്കാർക്ക്, അനേക ദൈവമക്കൾക്ക്, എനിക്ക് ഒരുപാട് എൻ്റെ സ്നേഹിതന്മാരോടുള്ള എൻ്റെ കോൺവെർസേഷനുകളിൽ ദൈവദാസന്റെ ശുശ്രൂഷകൾ വളരെ അനുഗ്രഹമായി തീരുവാനും അവർക്ക് ദൈവവചനത്തിൻ്റെ ഒരു ചിന്താധാരയിലോട്ട് കടന്നു വരുവാൻ ഈ ദൈവവചന ശുശ്രൂഷകൾ ഉപകാരമായിട്ടുണ്ട്. അപ്പം ഇന്ന് രാവിലെ സമയം ഈ ചില വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ഇവിടെ പാസ്റ്ററോട് ചോദിച്ചറിയാൻ ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങൾ ഷോർട്ടായിട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിന് ദൈവവചന പ്രകാരം പാസ്റ്റർക്ക് ദൈവം എന്നുള്ള വിളിച്ചനുസരിച്ച് പാസ്റ്ററുടെ അഭിപ്രായങ്ങൾ പറയുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് കേൾവിക്കാർക്ക് അത് ഉപകാരപ്രദമായി തീരുമെന്ന് ചിന്തിക്കുക. സന്തോഷം. പക്ഷെ ആദ്യമായിട്ട് ഒരു വിഷയം ദൈവസനിൽ ചോദിച്ചറിയാൻ ആഗ്രഹിക്കുന്നത് പുതിയ നിയമസഭ ഇന്ന് ദൈവസഭകൾ എന്ന് പറയുമ്പം എപ്പിസ്കോപ്പൽ സഭകൾ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് വേർപെട്ട് വന്നവരാണ് അധികം പേരും ക്രിസ്തീയ പെന്തക്കോസ് വേർപെട്ട വിഭാഗങ്ങളുള്ളവർ. എന്നാൽ നാം വിട്ടു പോകുന്ന ഒരു ചർച്ച് ബാക്ക്ഗ്രൗണ്ട്, ഒരു എപ്പിസ്കോപ്പൽ ചർച്ച് അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് വിഭിന്നമായി ഇന്ന് കാണുന്നില്ല. നമ്മൾ ഇന്ന് ആയിരിക്കുന്ന വേർപെട്ട സമൂഹത്തിലും ആ എപ്പിസ്കോപ്പൽ സിസ്റ്റത്തിന്റെ ഒരു ഭാഗമായി തന്നെയാണ് ഈ ഹൈറാർക്കി സിസ്റ്റമാണ് ഇന്ന് കണ്ടുവരുന്നത്. പക്ഷേ ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ദൈവസഭയുടെ ഒരു ദൈനംദിന പ്രവർത്തനങ്ങളും അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റും അതിന്റെ അഡ്മിനിസ്ട്രേഷനും എങ്ങനെയായിരിക്കണമെന്നാണ് പാസ്റ്ററുടെ ഒരു ചിന്തയും നിലപാടും അതിനകത്ത്. അതായത് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ളൊരു അഡ്മിനിസ്ട്രേഷൻ അത്യാവശ്യമായി വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ആദ്യകാലത്ത് നടത്തപ്പെട്ടിരുന്നത് പോലെ ആത്മനിറവുള്ള സഹോദരങ്ങളുടെ കുറവാണ് സഭകളിൽ സംഭവിക്കുന്നത്. അപ്പം ആത്മാവല്ല നടത്തുന്നത്. ആത്മാവ് നടത്താതെ വന്നു കഴിയുമ്പോഴേക്കും ഒരു സിസ്റ്റത്തിലേക്ക് തന്നെ നമ്മൾ നീങ്ങേണ്ടതായിട്ട് വരും. ഏദൻ തോട്ടത്തിൽ തന്നെ ആദ്യം ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യർ പതുക്കെ മനുഷ്യജ്ഞാനം വന്നു കയറിയതുപോലെ ഈ പഴം, ജ്ഞാനത്തിൻ്റെ പഴം ദൈവത്തിൻ്റെ എല്ലാ പൂന്തോട്ടത്തിലും കയറിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പ്രശ്നം. അപ്പം അതുകൊണ്ട് കർത്താവിൻ്റെ ആത്മാവ് പറഞ്ഞ ആലോചനകൾ അനുസരിച്ച് നടക്കേണ്ട സഭ ഇന്ന് നടക്കേണ്ടത് ആ ഒരു ആലോചന കേൾക്കാത്തത് കൊണ്ട് ഇപ്പോൾ അതിനൊരു സിസ്റ്റം ഉണ്ടായി. ഇങ്ങനെയാണ് എല്ലാ സഭകളിലും പിന്നീട് സിസ്റ്റങ്ങൾ ഉണ്ടായത്. നമ്മൾ ഇത്തിരി സ്പീഡ് കൂടിപ്പോയി എന്നുള്ളതേ ഉള്ളൂ എപ്പിസ്കോപ്പസിലേക്ക് വരാൻ. കാരണം ഇതെല്ലാ സഭകളും നാച്ചുറലി അവർ ആത്മാവിനെ ആശ്രയിക്കുന്നത് നിർത്തിയാൽ ഈ അവസ്ഥയിലേക്ക് വരും. ശരിക്കും ആത്മാവിൻ്റെ ആ ഒരു ഇടപെടൽ നമ്മുടെ സഭകളിൽ കുറയുന്നതിൻ്റെ കാരണം ഇതിങ്ങനെ വന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ കുറച്ചുകൂടെ ക്ലാരിറ്റി എന്ത് ആഗ്രഹിക്കുന്നത്, ഇന്ന് ദൈവവചനത്തിനകത്ത് ഉള്ള ബോധ്യം ഇങ്ങനെയാണ്. പ്രാദേശിക സഭകൾ, ഓരോ സ്ഥലത്തും സഭകളും, ആ സഭകളിൽ വിശ്വാസത്താൽ രക്ഷയിലോട്ട് കടന്നു വരും ദൈവമക്കളുടെ ഒരു കൂട്ടവും ആ കൂട്ടത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ് ദൈവം എഴുന്നേൽപ്പിക്കുന്ന ശുശ്രൂഷകന്മാർ, അതിൽ ഒന്നിലധികം പേരുണ്ടെന്നാണ് എൻ്റെ ഒരു ചിന്ത. അപ്പം ഇന്ന് നമ്മൾ കാണുന്ന ഒരു സിസ്റ്റം അനുസരിച്ച് എവിടെയൊന്നോ ഒരു ശുശ്രൂഷകനെ ആരോ അയക്കുന്നു, അദ്ദേഹം ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിലേക്ക് ഏതൊരു പ്രാദേശിക സഭയിലെ ശുശ്രൂഷകനായി തീരുന്നു. പിന്നെ അവിടെ കമ്മിറ്റി അല്ലെ അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഉണ്ട്. ഇതൊരു ബിബ്ലിക്കൽ പാറ്റേണുമായിട്ട് യോജിക്കുന്നുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും ഇല്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സഭകളുടെ, അത് തന്നെ ഞാൻ വീണ്ടും പറഞ്ഞു, സഭകളുടെ ശക്തി കുറഞ്ഞതാണ് ഇതിൻ്റെ കാരണം. ശരിക്കും സഭയിൽ കൈവെപ്പ് എന്ന് പറഞ്ഞൊരു ഉപദേശത്തെ അടിസ്ഥാന വേദോപദേശമായിട്ട് എബ്രായ ലേഖനം 6:1 പറയുന്നുണ്ട്. കൈവെപ്പ് എന്ന് പറയുന്നതുകൊണ്ട് അവിടെ അർത്ഥമാക്കുന്നത് ശരിക്കും സഭകളിൽ നിന്ന് ശുശ്രൂഷകരെ വേർതിരിക്കുന്നതിനെ കുറിച്ചാണത്. കൈവെപ്പിനാൽ നിനക്ക് ലഭിച്ച കൃപാവരങ്ങൾ എന്ന് തിമോഥെയോസിനോട് പറയുന്ന പോലെ
നമ്മുടെ സഭയിൽ ഇപ്പം ഒരു പ്രാദേശിക സഭയിൽ ശുശ്രൂഷാ വരങ്ങളുള്ളവരെ സഭ തന്നെ കണ്ടെത്തുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ നിയോഗിച്ച് ആ സഭകളിൽ ശുശ്രൂഷിക്കുകയുമാണ് വേണ്ടത്. ഇനി വേറെ എവിടെയെങ്കിലും ഒരു മിഷനായിട്ടോ വല്ല അയക്കണമെങ്കിൽ സഭയാണ് അയക്കേണ്ടത്. ഇന്ന് സംഭവിക്കുന്നത് ലോകത്തിൽ കാണുന്ന പോലെയുള്ള ഒരു സിസ്റ്റം, സഭയിൽ വചനം പഠിപ്പിക്കുന്നില്ലാത്തതുകൊണ്ട് അത് ബൈബിൾ കോളേജുകൾ ഏറ്റെടുക്കുകയും സഭ മിഷന് വിടാത്തത് കൊണ്ട് അത് മിഷണറി സംഘടനകൾ ഏറ്റെടുക്കുകയും ചെയ്തതുകൊണ്ട് സഭയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഞായറാഴ്ച ഒന്ന് കൂടുക, കെട്ടിപ്പിടിക്കുക, പോവുക എന്നുള്ളതല്ലാതെ ഒന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥ വന്നതുകൊണ്ടാണ് ഈ പ്രൊഫഷണൽസിനെ കൊണ്ടിവിടെ നടന്നിരിക്കുന്നത്. ശരിക്കും ദൈവത്തിൻ്റെ ശുശ്രൂഷകൾ ചെയ്യേണ്ടത് ഈ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചിറങ്ങിയ പ്രൊഫഷണൽസ് അല്ല, ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ആത്മാവിൽ നിറഞ്ഞ് ശുശ്രൂഷകൾ ഒരു പ്രാദേശിക സഭയിൽ നിന്ന് പഠിച്ച് അവിടെ വചനം സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച് ശുശ്രൂഷയിൽ തെളിഞ്ഞ് അവരുടെ ജീവിതവും സാക്ഷ്യവും ആ സഭയ്ക്ക് ബോധ്യപ്പെട്ട് അവരുടെ നിയോഗത്തോടുകൂടി പോകുന്നതാണ് ശരിക്കുമുള്ള ദൈവത്തിൻ്റെ പാറ്റേൺ. ഇന്ന് അതിൽ നിന്ന് നമ്മൾ ഒത്തിരി ഒഴുകിപ്പോയിട്ടുണ്ടെന്നുള്ള സത്യമാണ്. പിന്നെ അലക്സ് പറഞ്ഞ പോലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ പാസ്റ്റർ എന്നുള്ളൊരു പൊസിഷനാണ്. ഈ പാസ്റ്റർ എന്നുള്ള പൊസിഷൻ, ഞാനൊരു ലോക്കൽ സഭ ഞങ്ങൾക്കുണ്ട്. പാസ്റ്റർ എന്നുള്ള പൊസിഷനെ, ആ ഒരു പൊസിഷൻ, ഒരു പവർ പൊസിഷനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല, ശുശ്രൂഷയെ സപ്പോർട്ട് ചെയ്യുന്നു. പാസ്റ്ററുടെ ഇടയിൽ ശുശ്രൂഷ വരമുള്ളവർ സഭയിലുണ്ട്, അതുപോലെ ഉപദേഷ്ടാവിൻ്റെ വരമുള്ളവരുണ്ട്. ഇങ്ങനെ ഓരോ കൃപാവരങ്ങളും ശുശ്രൂഷാവരങ്ങൾ ഉള്ള ആളുകൾ സഭയിൽ ഉണ്ടാകണം. പക്ഷെ മറ്റ് ശുശ്രൂഷാവരങ്ങളെല്ലാം ഇപ്പോൾ ഈ പാസ്റ്റർ വിഴുങ്ങിയ ഒരവസ്ഥയിലാണ് ഇരിക്കുന്നത്. പ്രവാചകനില്ല, പ്രവാചകൻ പാസ്റ്റർ, ഇവാഞ്ചലിസ്റ്റും പാസ്റ്റർ, ഇടയനും പാസ്റ്റർ, ടീച്ചറും പാസ്റ്റർ, ഇതെല്ലാം ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ എപ്പിസ്കോപ്പസി പോലെ. കാരണം ഇതിനകത്തൊരു ഞാനാണോ നീയാണോ വലിയവൻ എന്നുള്ളൊരു യുദ്ധം ഉണ്ടാവും. അത് ദൈവത്തിൻ്റെ ആത്മാവ് തരുന്നെങ്കിൽ അതൊരു സിങ്കായിട്ട് ഒരു ഓർഗൻ പോലെ, ഒരു ഓർഗാനിസം പോലെ വർക്ക് ചെയ്യേണ്ടതാണ്. പക്ഷെ അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു പ്രവർത്തനം ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും അവരുടെ കഴിവിൽ മിനിസ്റ്റർ ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോഴേക്കും എൻ്റെ കഴിവാണോ കൂടുതൽ, നിന്റെ കഴിവാണോ കൂടുതൽ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ ചിഹ്നഭിന്നമായി പോകും. അതുകൊണ്ട് ഒരിടത്തും രണ്ട് നേതാക്കന്മാർ വരുന്ന ആർക്കും ഇഷ്ടമില്ല. കോംപ്ലിമെന്ററി സിസ്റ്റം, കോമ്പറ്റീഷൻ ഒന്നൊന്നിനോട് കോംപ്ലിമെന്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. അത് പരസ്പരം അത് ഒരു കോമ്പറ്റീഷൻ മണ്ടിയായിട്ട് പോകും. അതിനെ ഞാൻ എപ്പോഴും സഭയെ നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും വിഷമം തോന്നുന്ന ആത്മാവിന്റെ ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു പ്രസൻസിന്റെ മിസ്സിംഗ് ആണ്. അതുകൊണ്ട് ശരിക്കും പല അവയവങ്ങളെ കൂട്ടി യോജിപ്പിക്കേണ്ടത് ആത്മാവാണ്. അതാണ് ആത്മാവോട് സ്നാനപ്പെട്ട് നമ്മൾ ഓരോ അവയവങ്ങളായി കർത്താവിന്റെ ശരീരത്തോട് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പം ആത്മാവ് വേണം യൂണിറ്റി കൊണ്ടുവരാൻ. ഇപ്പം 4 മിനിസ്ട്രീസ് അല്ല, 5 മിനിസ്ട്രീസ് അല്ല, 3 മിനിസ്ട്രീസ് ഉള്ള ഒരു സഭ കണ്ടെത്തിയാൽ, സഭയിൽ അത് കണ്ടെത്തിയാൽ ഈ 3നെയും ഒന്നാക്കി ഒരേ പ്രത്യാശയിൽ, ഒരേ സെർവന്റ് കുട്ടിൽ, ഒരേ കോമ്രേഡറിയിൽ നിലനിർത്താൻ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രസൻസ് വേണം. ആ ദൈവത്തിന്റെ ആത്മാവിനെ നിയന്ത്രിക്കപ്പെട്ട ശുശ്രൂഷകൾ വേണം. ആത്മാവിന്റെ കാറ്റടിക്കാതെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ മറ്റു ശുശ്രൂഷകളെല്ലാം കൂടെ ഒരാൾ വിഴുങ്ങിയ ഒരു അവസ്ഥയിലാണ്. അപ്പം അദ്ദേഹത്തിന്റെ യഥാർത്ഥ കോളിംഗ് ഇടേന്റെ കോളിംഗ് ആയിരിക്കും. ആ സഭ ഒരിക്കലും വചനത്തിൽ വളരില്ല. അങ്ങനെയാണ് ഇതിന്റെ പ്രശ്നം. ടീച്ചറുടെ കോളിംഗ് ഉണ്ടാവില്ല. ടീച്ചറുടെ കോളിംഗ് ഉള്ളവർ ഒരുപക്ഷെ ആ ഹോളിൽ ഉണ്ടായിരിക്കാം, പക്ഷെ അത് കണ്ടെത്താനോ അവരെ അത് ഏൽപ്പിക്കാനോ ഇദ്ദേഹത്തിന് ധൈര്യമില്ല. കാരണം ദിസ് ഈസ് എ ഫീൽഡ് ഓഫ് കോമ്പറ്റീഷൻ. മിനിസ്ട്രി ഒരു കോമ്പറ്റീഷനായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ അതിനോടുള്ള ബന്ധത്തില് ഇപ്പം 1-ാം നൂറ്റാണ്ടിലെ സഭയിലെ പൗലോസോ അല്ലെ തീമോത്തിയോസോ ഇങ്ങനെയുള്ള തലമുതിർന്ന ദൈവത്താൽ നിയോഗിക്കപ്പെട്ട പ്രാർത്ഥനമായ ദൈവദാസന്മാരുടെ കീഴിലാണ് അതിന് ശേഷം വന്ന ശുശ്രൂഷകന്മാരെ വാർത്തെടുക്കപ്പെട്ടത്. ഇന്ന് അപ്രകാരം ഇന്ന് ബൈബിൾ കോളേജുകൾ പോയി പഠിച്ചിട്ട് വരുന്നതിന് ഉപരിയായിട്ട് ദൈവസഭയ്ക്ക് അകത്ത് തന്നെ ശുശ്രൂഷകന്മാരെ വാർത്തെടുക്കുവാൻ തക്കവണ്ണം ലീഡർഷിപ്പ് പ്രാദേശിക സഭയ്ക്ക് ഇല്ലെങ്കിൽ ബൈബിൾ കോളേജിന് പോകുന്നതല്ലേ അതിന്റെ അനിവാര്യം? അത് ബൈബിൾ കോളേജിനെ എതിരല്ല സംസാരിക്കുന്നത്. ബൈബിൾ കോളേജ് ഇന്നൊരു നെസസിറ്റി ആയി വന്നതാണ്. ശരിക്കും സഭ ചെയ്യേണ്ട കാര്യങ്ങൾ സഭ ചെയ്യാത്തതുകൊണ്ട് സഭ ട്രെയിനിങ് ചെയ്യുക. ഇപ്പം സഭയിൽ ശുശ്രൂഷകൾ പഠിക്കുന്നതുകൊണ്ട് ഒത്തിരി പ്രയോജനങ്ങളുണ്ട്. ഞങ്ങളുടെ സഭയിൽ അത് കണ്ടിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഞങ്ങൾ കൃപാവരം ഉണ്ടെന്ന് വിചാരിച്ച് ഐഡന്റിഫൈ ചെയ്യുന്ന ആളുകളിൽ അത് കാണാൻ സാധിക്കുന്നുണ്ട്. ആ വളർച്ച കാണാൻ സാധിക്കുന്നുണ്ട്. വചനത്തിൻ്റെ ഡെപ്ത് ദൈവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അവർ പഠിക്കുന്നുണ്ട്, പുസ്തകങ്ങളിലൂടെയും വായനകളിലൂടെയും എല്ലാം അവർ പഠിക്കുന്നുണ്ട്. അപ്പോൾ പഠിക്കേണ്ടതെന്നല്ല, ഇനിയിപ്പോൾ ഞങ്ങളുടെ സഭ അത് ചെയ്യുന്നില്ല, ഞങ്ങൾക്കത് സാധിക്കുന്നില്ലെന്ന് വിചാരിച്ചോ വചനം പഠിപ്പിക്കാൻ, അവർ തീർച്ചയായിട്ടും ബൈബിൾ കോളേജ് വിടേണ്ടി വരും. കാരണം വചനം പഠിക്കാതിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഈ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ഒരുപാട് ശുശ്രൂഷകന്മാരുണ്ട്. സ്വന്തമായിട്ട് പഠിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ മെന്റേഴ്സ്, അല്ലെങ്കിൽ അവർ എവിടുന്നോ ദൈവവചനം പഠിച്ചു തുടങ്ങി അവർ ഫോളോ ചെയ്യുന്ന ആളുകൾ കാണും. അപ്പൊ അങ്ങനെ സ്വന്തമായിട്ട് പഠിക്കുന്നതും ബുക്കുകൾ നമ്മൾ തന്നെ ചൂസ് ചെയ്ത് പഠിക്കുന്നവരും ദൈവവചനം മുമ്പോട്ട് വെക്കുന്ന ഒരു ബാലൻസ്ഡ് ടീച്ചിങ്ങിന് വെളിയിൽ പോകുന്ന സാധ്യത കൂടുതൽ. തീർച്ചയായിട്ടും അത് ചോദിച്ചത് വളരെ നന്നായി. കാരണം ക്രിസ്തീയ സഭകൾക്ക് ഉണ്ടാകേണ്ട ഒരു ബാലൻസ് ഉണ്ട്. ആ ബാലൻസ് എന്ന് പറയുന്നത് ഉപദേശപരമായ ഒരു ബാലൻസ് ആണ്. ഇപ്പം ഉദാഹരണത്തിന് നമുക്കൊരു ഹിസ്റ്റോറിക്കൽ റെവലേഷൻ ഓഫ് ദി ഡോക്ട്രിൻ, അത് എല്ലാവരും അങ്ങനെ ഒരു പുസ്തകം കൈകിട്ടുവാണെങ്കിൽ വായിക്കുന്നത് നല്ലതാണ്. ഹിസ്റ്ററി ഓഫ് ക്രിസ്ത്യൻ ഡോക്ട്രിൻസ്, അതായത് എങ്ങനെയാണ് ഈ ഡോക്ട്രിൻസ് ഇവോൾവ് ചെയ്ത് വന്നതെന്നുള്ള കാര്യം. അതായത് നമുക്കറിയാം, ആദ്യം ഒരു 3-4 നൂറ്റാണ്ടിന് ശേഷം ഒത്തിരി കറപ്ഷൻസ് ദൈവസഭയിൽ വന്നെന്നും റോമൻ കത്തോലിക്ക ചർച്ചിനെ കുറിച്ച് നമുക്കറിയാം. അവിടെ സുവിശേഷം എങ്ങനെ
നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതൊക്കെ നമുക്കറിയാം. പക്ഷേ ആ ഇരുണ്ട യുഗത്തിലെല്ലാം ഇതുവരെയും തുടർന്നു പോകുന്ന ഒരു ചെയിൻ ഓഫ് റെവലേഷൻ ഉണ്ട്. ആ ചെയിൻ ഓഫ് റെവലേഷൻ അതിപ്പോൾ നിത്യാവിശ്വാസ പ്രമാണം തൊട്ട് ഇങ്ങോട്ട് വരുന്ന ഒരു സ്റ്റാൻഡേർഡ് റെവലേഷൻ ഉണ്ട്, ഒരു കൺഫെഷൻ ഉണ്ട്. നിത്യാവിശ്വാസ പ്രമാണം അതുപോലെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതല്ല. അതിനകത്ത് ദൈവമാതാവായ വിശുദ്ധ കന്യാമറിയാമെന്ന് ഉള്ളൊരു പ്രയോഗം അവിടെ അതിനെക്കുറിച്ച് തർക്കങ്ങളുണ്ട്. അതുപോലെ പാപമോചനത്തിനുള്ള മാമോദീസ എന്ന് പറയുമ്പോൾ ഈ റെമിഷൻ ഓഫ് സീൻസ് ബൈ ബാപ്റ്റിസം, അത് അങ്ങനെ ഒരു ചോദ്യമുണ്ട്. അങ്ങനെയുള്ള 1-2 പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. പക്ഷേ അതിനകത്ത് മേജർ ഡോക്ട്രിൻസ്, അതായത് യേശുക്രിസ്തുവിന്റെ ഇൻകാർണേഷൻ, ദൈവത്തിന്റെ ത്രിയേകത്വം, ഏകമായ അദൃശ്യമായ ദൈവത്തിന്റെ സഭ, കാതോലികോസ് ലൈംഗികമായ അദൃശ്യമായ ദൈവത്തിന്റെ സഭ, ഏകസഭ എന്ന് പറയുമ്പം റോമൻ കത്തോലിക്ക സഭ ഞങ്ങളുടെ സഭ എന്ന് പറയും, അതല്ല ഐഹികം ശ്ലൈഹികമായ കാതോലികം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനുള്ള എന്നർത്ഥം. അങ്ങനെ ഒരു അദൃശ്യ സഭയെ നമ്മൾ വിശ്വസിക്കുന്നു, അതിന്റെ ലോക്കൽ മാനിഫെസ്റ്റേഷൻസിൽ വിശ്വസിക്കുന്നു. അപ്പം നിത്യാവിശ്വാസ പ്രമാണത്തിൽ നിന്ന് എന്താണോ അൺബിബ്ലിക്കലായിട്ടുള്ളത് അത് മാത്രം നമ്മൾ വേർപെടുത്തുന്നുള്ളൂ. അത് ആ സ്ട്രെയിൻ നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകുന്നു. പിന്നീട് റിഫോർമേഷന് വന്നപ്പോൾ 2 പ്രധാനപ്പെട്ട ഈവാഞ്ചലിക്കൽ സ്ട്രീംസ് ആണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ മൊത്തം റിഫോർമേഷന്റെ ചരിത്രം പറയുക എന്നുള്ളത് ഇപ്പോഴത്തെ എൻ്റെ സ്കോപ്പിലുള്ളതല്ല. പക്ഷേ അതിൻ്റെ അവശിഷ്ടം അത് തീർന്നു കഴിഞ്ഞപ്പോൾ ബാക്കി വന്നത് 2 പ്രധാനപ്പെട്ട ഉപദേശങ്ങളാണ് ബാക്കി വന്നത്. അതൊന്ന് കാൽവിനിസവും മറ്റൊന്ന് അർമീനിയനിസവുമാണ്. ഇത് ഈവാഞ്ചലിക്കൽ ഡോക്ട്രിൻസിന്റെ ഭാഗമാണ്. ഇത് രണ്ടും ശരിക്കും ഈവാഞ്ചലിക്കൽ വേൾഡിൽ അക്സെപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ദുരുപദേശമല്ലാത്ത ഉപദേശങ്ങളാണ്. ഇത് രണ്ടും ഉള്ളൂ ദുരുപദേശമല്ലാത്തത്. ഇതിന് വെളിയിൽ എവിടെ ചവിട്ടിയാലും കണ്ടംഡാണ്. പെലേജിനിസം, അതുപോലെ ഒത്തിരി ഹൈപ്പർ കാൽവിനിസം, ഹൈപ്പർ അർമീനിയനിസം, പെലേജിനിസം, സെമി പെലേജിനിസം, ഇങ്ങനെ ഒത്തിരി ടീച്ചിങ്സ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ചർച്ചിന്റെ തിങ്കിങ് എന്ന് പറയുന്നത് യു ഹാവ് ടു ബി ഐദർ എ കാൽവിനിസ്റ്റ് ഓർ എൻ അർമീനിയൻ. അതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. യു ഹാവ് ടു ബി ഐദർ എ കാൽവിനിസ്റ്റ് ഓർ എൻ അർമീനിയൻ. ഞാൻ പ്രസംഗിക്കുമ്പോൾ പറയുന്നത് ദൈവത്തിന്റെ ഇലക്ഷനെ കുറിച്ച് പറയുമ്പോൾ ദർ ഇസ് എ കാൽവിനിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂ ആൻഡ് എൻ അർമീനിയൻ പോയിന്റ് ഓഫ് വ്യൂ. കാൽവിനിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ ദൈവം അനിഷ്ടമുള്ളവരെ തിരഞ്ഞെടുക്കുന്നതാണ്. അപ്പം മേജർ ചർച്ച് കൺഫെഷൻസ്, ഉദാഹരണത്തിന് ഐദർ എ കാൽവിനിസ്റ്റിക് കൺഫെഷൻ ഓർ എൻ അർമീനിയൻ കൺഫെഷൻ, അതല്ലെങ്കിൽ അത് ക്ലാസിക്കൽ അർമീനിയൻസ് ആയിരിക്കണം. അർമീനിയൻസിന് ഒത്തിരി വകഭേദങ്ങളുണ്ട് പിന്നീട് ഇവോൾവ് ചെയ്ത് വന്നത്. പിന്നെ ബാപ്റ്റിസം, അനാബാപ്റ്റിസ്റ്റ് വന്നു കഴിഞ്ഞപ്പം അനദർ റെവലേഷൻ വാസ് ആഡഡ്, ബാപ്റ്റിസം. അപ്പോൾ അത് ചേർത്തു. പെന്തക്കോസ്റ്റൽ മൂവ്മെന്റ് വന്നു കഴിഞ്ഞപ്പോഴേക്കും കൃപാവരങ്ങളുടെ പ്രയോഗം, സഭയ്ക്കകത്തുള്ളതിന്റെ വിനിമയം, അതിന്റെ സ്വീകരണം, അതിന്റെ നടപ്പ്, അതും നമ്മൾ ഇതിനോട് ആഡ് ചെയ്തു. അതിനർത്ഥം പഴയതൊന്നും നമ്മൾ മറിച്ചിട്ടില്ല. അതായത് അവിടെ നിന്ന് പിക്ക് ചെയ്ത് നമ്മൾ എടുത്തുകൊണ്ട് ഒന്നും മറിച്ചിട്ടില്ല. അതിനോട് കൂടെ നമ്മൾ ആഡ് ചെയ്യണം. അൺബിബ്ലിക്കൽ എന്ന് മേജർ ചർച്ചുകൾ കൺഫസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ റിമൂവ് ചെയ്തിട്ടുള്ളൂ. ഇതിനിടയിൽ ഇന്ന് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ന്യൂ ജനറേഷൻ ചർച്ചുകളുടെ ഈ ബഹളം കാരണം, ഈ പലരും ഇങ്ങനെ യൂട്യൂബുകളിലൂടെ ഇങ്ങനെ തട്ടിവിടുന്ന കാരണം ഒതന്റിക് അല്ല, ടീച്ചിങ്സ് ഒന്നും ഒതന്റിക് അല്ല. അതായത് ദേ ഡോണ്ട് ഫോളോ എനി പർട്ടിക്കുലർ സ്ട്രീം. ഇപ്പം മെയിൻ ലൈൻ ചർച്ചസ് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു തീമിൽ വരാത്ത ഒത്തിരി ടീച്ചിങ്സ് ഇന്ന് വ്യാപകമായിട്ടുണ്ട്. അത് വളരെ അപകടം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഒരു ചർച്ച ഉറപ്പുവരുത്തേണ്ട കാര്യം, പഠിപ്പിക്കുമ്പോൾ മറ്റുള്ളവരെ പഠിപ്പിക്കുമ്പോൾ ഉറപ്പുവരുത്തേണ്ട കാര്യം, ഞങ്ങൾ ഈ കൺഫെഷൻസിന് വെളിയിലുള്ള ഒന്നും പഠിപ്പിക്കുന്നില്ല. അത് ഇത്തരം കൺഫെഷൻസിന് വെളിയിലുള്ള ഒരു പുതിയ കാര്യം പഠിപ്പിക്കുന്നില്ല എന്ന് അവർ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണ് ഈ അനേകം ബുക്കുകൾ എഴുതുമ്പോൾ അവർക്ക് തോന്നുന്നില്ല എഴുതി വിടുന്നു. ചില ടീച്ചേഴ്സിന്റെ കരിസ്മയോട് ആളുകൾക്ക് ഒരു അറ്റാച്ച്മെന്റ് തോന്നുന്നു. ആ ടീച്ചേഴ്സിന്റെ പ്രസംഗങ്ങൾ എപ്പോഴും കേട്ടോണ്ടിരിക്കുന്നു, ആ ടീച്ചേഴ്സിന്റെ പുസ്തകങ്ങൾ എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലം, ഇത് ഇടയ്ക്ക് നമ്മളൊന്ന് ശോധന ചെയ്യണം. ഇത് ഡസ് ഇറ്റ് കം ഇൻ ദ മെയിൻ ലൈൻ, ഈ ടീച്ചിങ്സ് എന്നുള്ളത് അത് നമ്മൾ ശോധന ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നമുക്കൊരു മെയിൻ ഫണ്ടമെന്റൽ സെറ്റ് ഓഫ് ഡോക്ട്രിൻസ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ഏത് സഭയ്ക്കും ഉണ്ടായിരിക്കണം. ഞങ്ങളുടെ ചർച്ച എല്ലാ സഭയ്ക്കും ഒന്നാകണം എന്നുള്ളതിനേക്കാളും ചെറിയ ഡൈവേർഷൻസ് എന്തായാലും ഉണ്ടാകും. പക്ഷേ ഈ മേജർ കൺഫെഷൻസിന് വെളിയിൽ അത് പോകാൻ പാടില്ല. അതായത് യു ഷുഡ് ഐദർ ബിലോങ് ഹിയർ ഓർ ബിലോങ് ദെയർ. മൂന്നാമതൊരു ഓപ്ഷനിലേക്ക് പോകാൻ. കാരണം ഇപ്പോൾ ഈ മെയിൻ സ്ട്രീം ഈ ചർച്ചസ് എന്ന് പറയുമ്പോൾ കാത്തലിക് ആകട്ടെ, ഓർത്തഡോക്സ് ചർച്ച ആകട്ടെ, ഇവർക്കെല്ലാം അവരുടേതായ സെറ്റ് ഓഫ് ടീച്ചിങ്സ് ഉണ്ട്. ഈവൻ പെന്തക്കോസ്റ്റൽ ഗ്രൂപ്പ്സ് ആണെങ്കിലും ഓരോ സഭകൾക്കും അവരുടേതായ അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ട് പലത്. അപ്പൊ കോമൺ പെന്തക്കോസ്റ്റ് ഇപ്പം ഞാൻ പറയുന്ന കോമണാലിറ്റി എന്ന് പറയുന്നത്, ഇപ്പം റിഫോർമേഷൻ ഒരു പ്രധാനപ്പെട്ട ചിന്തയായിരുന്നു 5 സോളാസ് എന്ന് പറയുന്നത്. 5 സോളാസ്: ഫെയ്ത്ത് അലോൺ, ഗ്രേസ് അലോൺ, ക്രൈസ്റ്റ് അലോൺ, സ്ക്രിപ്ചർ അലോൺ, ഗോഡ്സ് ഗ്ലോറി അലോൺ. ഈ 5 സോളാസ് തന്നെ അതൊരു ഫണ്ടമെന്റലായിട്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, 5 സോളാസ്. പക്ഷെ 5 സോളാസിനകത്ത് അർമീനിയനിസം അതിനെതിരല്ല. അർമീനിയനിസം അതിന്റെ വ്യാഖ്യാനത്തിൽ മാത്രം ഡിഫറെന്റ് ആകുന്നു. അതായത് ഫെയ്ത്ത്, ഫോർ എക്സാമ്പിൾ ഫെയ്ത്ത് അലോൺ അർമീനിയനിസം വിശ്വസിക്കും. നമ്മൾ
ശരിക്കും ഇവാഞ്ചലിക്കൽ ഇന്ന് പെന്തക്കോസ്റ്റിൽ വലിയൊരു പങ്കും വിശ്വസിക്കുന്ന അർമീനിയനിസം ഈസ് ഫെയ്ത്ത് പ്ലസ് വർക്ക്, കാൽവിനിസം ഈസ് ഫെയ്ത്ത് അലോൺ. അങ്ങനെയാണ് ആളുകളിൽ പൊതുവെ വന്നിരിക്കുന്ന ഒരു കാഴ്ചപ്പാട്. പക്ഷെ ഫെയ്ത്ത് പ്ലസ് വർക്ക് ഈസ് ഈക്വൽ ടു സാൽവേഷൻ എന്ന് പഠിപ്പിക്കുന്നത് ട്രഡീഷണൽ എപ്പിസ്കോപ്പൽ ചർച്ചസ് മാത്രമാണ്. അതായത് റോമൻ കാത്തലിക് ജാക്കോബൈറ്റ് ചർച്ചുകൾ മാത്രമാണ് സൽപ്രവൃത്തികളെ നിങ്ങളുടെ രക്ഷയോട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം എന്ന് വിശ്വസിക്കുന്നത്. അതേസമയത്ത് അർമീനിയനിസവും കാൽവിനിസവും തമ്മിലുള്ള വ്യത്യാസം, ഈ ഫെയ്ത്ത് നമ്മൾ എക്സർസൈസ് ചെയ്യുന്ന ഫെയ്ത്ത് ശരിക്കും എവിടെ നിന്ന് വന്നു എന്നുള്ളതിലാണ്. കാൽവിനിസം പറയുന്നു ഗോഡ് ക്രിയേറ്റഡ് ദാറ്റ് ഫെയ്ത്ത് ഇൻ യു, നിനക്ക് ഒന്നിനകത്തൊന്നും ചെയ്യാനില്ലായിരുന്നു. എന്നാൽ അർമീനിയനിസം പറയുന്നു യു ബിലീവ്ഡ്, ആ വിശ്വാസമാണ് നിന്റെയാണ്, അതായത് നീ വിശ്വസിച്ചേ പറ്റൂ. ദ ബർഡൻ ഓഫ് ഫെയ്ത്ത് ഈസ് ഓൺ ദ ബിലീവർ. അതാണ് അർമീനിയനിസം. ഫെയ്ത്ത് അലോൺ തന്നെയാണ്, പക്ഷെ ഫെയ്ത്ത് എക്സർസൈസ് ചെയ്യേണ്ടത് ബിലീവറാണ്. എന്നാൽ കാൽവിനിസ്റ്റിനെ സംബന്ധിച്ച് അത് ദൈവം ദാനമായി കൊടുത്തതാണ്, അവൻ അറിഞ്ഞിട്ട് പോലുമില്ല, വിശ്വാസം ഒന്നും സ്വീകരിച്ചു, ഇത്രയേ ഉള്ളൂ. ഹി കുഡ് നോട്ട് ഹാവ് ഡൺ എനിത്തിങ് ടു പ്രിവെന്റ് ഇറ്റ്. ഇതാണ് കാൽവിനിസത്തിന്റെ വ്യത്യാസം. പക്ഷേ യു മേ ബി ആൻ അർമീനിയൻ ഓർ എ കാൽവിനിസ്റ്റ് ഇൻ ആൻ ഇവാഞ്ചലിക്കൽ സർക്കിൾ, ബട്ട് യു ഷുഡ് സേ ഫെയ്ത്ത് അലോൺ. അത് യുവർ ഫെയ്ത്ത് ആണോ, ദൈവം തന്ന ഫെയ്ത്ത് ആണോ എന്നുള്ളത് ദൈവം അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരും. പക്ഷേ ഇത് പറഞ്ഞേ പറ്റുള്ളൂ, ഫെയ്ത്ത് അലോൺ. അതിലൂടെ വർക്കും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, സാൽവേഷന്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്, വിശുദ്ധീകരണത്തിന്റെ കാര്യത്തിലല്ല. ഡോണ്ട് കൺഫ്യൂസ് ഇറ്റ്. സാൽവേഷന്റെ കാര്യത്തിൽ ഇറ്റ് ഈസ് ഫെയ്ത്ത് അലോൺ എന്ന് നമ്മൾ പറഞ്ഞാൽ മാത്രമേ അതൊരു ഇവാഞ്ചലിക്കൽ കൺഫെഷൻ ആകുന്നുള്ളൂ. അതിന്റെ കൂടെ വർക്ക് ചേർത്താൽ ഇറ്റ് ഇസ് നോട്ട് ആൻ ഇവാഞ്ചലിക്കൽ കൺഫെഷൻ. വർക്ക് ചേർത്താൽ ദാറ്റ് വിൽ ബിക്കം എ റോമൻ കാത്തലിക് കൺഫെഷൻ. പക്ഷേ അതേസമയത്ത് നമ്മുടെ വിശുദ്ധീകരണത്തിൽ വർക്കും നമ്മുടെ കഠിനാധ്വാനം എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമ്മൾ ഒരു മെയിൻ സ്ട്രീം ഒരു ടീച്ചിങ്സ് എപ്പോഴും കീപ്പ് ചെയ്യേണ്ട അനിവാര്യം. തീർച്ചയായിട്ടും. കാരണം അല്ലെങ്കിൽ നമുക്കതിന് ഉറപ്പില്ലാത്ത, നമ്മൾ വിചാരിക്കും നമ്മൾ വലിയ പണ്ഡിതന്മാരാണ്, പക്ഷേ വലിയ വലിയ പണ്ഡിതന്മാരും ദൈവത്താൽ നടത്തപ്പെട്ട ആളുകളും കൊണ്ടുവന്ന ഒരു ട്രഡീഷനെ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ വി നീഡ് എ പ്രോപ്പർ എക്സിജീസിസ് ഓഫ് ദ സ്ക്രിപ്ചർ. ആ പ്രോപ്പർ എക്സിജീസിസ് മൂന്നാമതൊരാൾ കേട്ടാൽ അയാൾക്കും കൺവിൻസിങ് ആയിരിക്കണം. അങ്ങനെ ഒരു എക്സിജീസിസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ മാത്രമേ നമുക്ക് ചോദ്യം ചെയ്യാൻ പോലും റൈറ്റ് ഉള്ളൂ. ഒറ്റയ്ക്ക് പഠിക്കുന്ന പലരും ഒരു തിയോളജി എന്ന് പറയുന്നത് തന്നെ അവർക്ക് ഒരു മോശമായിട്ടാണ്. ബൈബിളിൽ പഠിച്ചവരാകട്ടെ, തിയോളജി ടെക്സ്റ്റുകളാകട്ടെ, അതല്ല. ഐ ബിലീവ് ഓൺലി ഇൻ ബൈബിൾ. ദൈവത്തിന്റെ വചനം എനിക്ക് ഇങ്ങനെ വെളിപ്പാട് തന്നു, സോ എന്റെ എൻലൈറ്റ്മെന്റ് ഇങ്ങനെയാണ്. അതിനകത്തൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, നമുക്ക് എപ്പോഴും ചർച്ചിന്റെ ഒരു കൺഫെഷൻ, ഒരു ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ ഉണ്ട് ഇതിനെക്കുറിച്ചുള്ള കാര്യം. ബൈബിൾ എഴുതപ്പെട്ടത് 2000 വർഷങ്ങൾക്ക് മുമ്പാണ്. നമുക്ക് ഇപ്പം നമ്മൾ എത്ര ബൈബിളിനെ ഒബ്ജക്റ്റീവായിട്ട് കാണാൻ വിചാരിച്ചാലും നമ്മുടെ ഒത്തിരി സബ്ജക്റ്റീവ് എലമെന്റ്സ് നമ്മുടെ വ്യാഖ്യാനത്തിൽ വരും. അതായത് സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു പ്രശ്നത്തിന് നടുവിലാക്കിയിരിക്കുന്നത്, അതാണ് എൻ്റെ കോണ്ടെക്സ്റ്റ്, പശ്ചാത്തലം. ആ പശ്ചാത്തലത്തിലായിരിക്കും ഞാൻ ബൈബിൾ വായിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പെന്തക്കോസ്തായിട്ട് പ്രസംഗിക്കുമ്പോൾ, ഇപ്പം ഞാൻ ഇന്നലെ തന്നെ ഒരാളോട് സംസാരിച്ചപ്പം പൗലോസിന് ജഡത്തിലുണ്ടായിരുന്ന ശൂലം എന്തായിരുന്നു, പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത് ആ ആളോട് സംസാരിക്കാൻ അതായിരുന്നു ഏറ്റവും ഉചിതം. അതായിരിക്കണം എന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല, കാരണം ഇറ്റ്സ് പ്രോപ്പർ എക്സിജീസിസ് ആയിരിക്കാം എന്നേ ഉള്ളൂ. അതിതാ ഞാൻ പറഞ്ഞത്, പൗലോസ് സഭയെ ഉപദ്രവിച്ചവനാണെന്ന് ഇപ്പോഴുള്ളിലൊരു കുറ്റബോധം, ഒരു വിഷമം പൗലോസിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തിമോത്തിയോസിന് എഴുതുമ്പോൾ പോലും ഞാൻ പാപികളിൽ പ്രധാനി എന്ന് പൗലോസ് പറയാൻ ഒറ്റ കാരണം അത്, അല്ലാതെ എപ്പോഴും പാപം ചെയ്തു നടക്കുന്ന അർത്ഥത്തിലല്ല. ഹി വൺസ് ഹരാസ് ദ ചർച്ച്, ചർച്ചിനെ ഉപദ്രവിച്ചു എന്നുള്ള അർത്ഥത്തിൽ. അതിൻ്റെ വേദന ഉള്ളിൽ കിടപ്പുണ്ട്. ഹീൽഡാണ്, ഫോർഗീവൺ ആണ്. പക്ഷെ അത് പൗലോസിനെ വല്ലാതെ തകർത്തിട്ടുണ്ട്. ഈ തകർച്ച എപ്പോഴും പിശാച് ഒരു പക്ഷേ ദൂതൻ വന്ന് പറയുന്നുണ്ടായിരിക്കും, പിശാചിന്റെ ദൂതൻ, നീ എന്തായാലും ഇവനല്ലേ ആണ്. ഇപ്പൊ കർത്താവ് ഒരുപക്ഷെ അത് റിമൂവ് ചെയ്യാതിരുന്ന് കാണുമായിരിക്കാം. കാരണം ഞാൻ അങ്ങനെ ഒരാളോട് പറഞ്ഞു, കാരണം വലിയ ഗിൽറ്റിനകത്തിരിക്കുന്ന ഒരാളാണ്. ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം. എനിക്കതൊരു പഠിപ്പിക്കലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം ബൈബിളിൽ അതിനൊരു എക്സിജീസിസ് ഇല്ല. പക്ഷെ ആയിരിക്കാം, കാരണം സാത്താന്റെ ദൂതൻ അക്യൂസ് ചെയ്യണമെങ്കിൽ ഒരു എന്താ അപവാദിയാണല്ലോ, അപവാദമായിരിക്കാം. ജഡം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം നിർബന്ധമില്ല, ഫിസിക്കൽ ബോഡി നിർബന്ധമില്ല. അതിനെക്കുറിച്ച് പൗലോസ് അത്രയും വിഷമിക്കുമെന്നും ഒരു സാത്താന്റെ ദൂതൻ എന്ന് പറയുമെന്നൊന്നും എനിക്ക് അത്രയും ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇഫ് സമൺ സേസ് ദാറ്റ് ഐ ഹാവ് നോ ഒബ്ജക്ഷൻ, കാരണം ഇറ്റ്സ് നോട്ട് എക്സിജറ്റിക്കലി പ്രൂവൺ ഐദർ സൈഡ്. അപ്പൊ നമുക്ക് എക്സിജറ്റിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം നമ്മൾ പഠിപ്പിക്കാൻ പോകരുത്. അതിനകത്തൊരു ഗ്രാമർ, അതിനകത്തൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. നമ്മൾ ഏത് വചനം എടുക്കുമ്പോഴും അതിന്റെ പുറകിലും മുമ്പിലുള്ള കോണ്ടെക്സ്റ്റ് പഠിച്ചിരിക്കുന്നത്. എന്താണ് ആ വചനം, വാട്ട് ഈസ് ദ തോട്ട് പ്രോസസ്. നമ്മൾ ആ ലേഖനങ്ങൾ മുഴുവൻ, ഒരു ലേഖനം പഠിക്കുകയാണെങ്കിൽ ലേഖനം മുഴുവൻ ഒന്ന് വായിച്ചു നോക്കിയിട്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം എടുത്ത് പ്രസംഗിക്കാം. കാരണം ദർ ഇസ് എ മെയിൻ തോട്ട് പ്രോസസ്. പിന്നെ ഒരു ചാപ്റ്ററിൻ്റെ ഒരു ഭാഗം എടുക്കുമ്പോൾ അതിനപ്പുറത്തും ഇപ്പുറത്തുള്ള ഒരു തോട്ട് പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരിക്കും. അതിനകത്ത് ഒരു സാധനം ഞാൻ എടുത്ത് മറത്തി മാറ്റിയിട്ട് എനിക്ക് തോന്നുന്നു പറയരുത്. ഇതിനകത്തൊരു സ്റ്റഡി ഇതിന് പുറകിൽ പോയിട്ടുണ്ട്. ആ സ്റ്റഡി നമ്മൾ ബഹുമാനിക്കാതിരിക്കുന്നത് ശരിയല്ല. തിയോളജിക്കൽ ഒരു സ്റ്റഡിയെയും തിയോളജിക്കൽ ആ വ്യൂവിനെയും നമ്മൾ ഓവർറൂൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരിക്കലും നമ്മളത് പഠിച്ചിരിക്കണം എന്നുള്ളത് ഞാൻ പറയുന്നത്. പക്ഷേ അത് നല്ല ബേസിസ് ഉള്ള ചർച്ചിൽ അറ്റൻഡ് ആവുകയും
കഴിഞ്ഞ ഞാൻ ഒരു കൊട്ടേഷൻ വായിച്ച ഡോണ്ട് ഗോ ടു എ ചർച്ച് ദാറ്റ്സ് ക്ലോസർ ടു യു ജിയോഗ്രഫിക്കലി ബട്ട് ഗോ ടു എ ചർച്ച് ദാറ്റ്സ് ക്ലോസസ്റ്റ് ടു ദ ബൈബിൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളൊരു ചർച്ചിലേക്ക് പോവുകയും അവിടെ അടിസ്ഥാനപരമായ വചനം ഫൗണ്ടേഷണൽ ട്രൂത്ത്സ് പഠിപ്പിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും അവിടെ നിന്ന് പഠിക്കുകയും ശുശ്രൂഷകൾക്കായിട്ട് പ്രാർത്ഥിക്കുകയും ഏത് ശുശ്രൂഷയാണ് കർത്താവിൽ നിന്ന് പ്രാപിക്കുന്നത് അത് ആ സഭയിൽ അവയവമായിട്ട് വിനിയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് ശരിക്കും പരിജ്ഞാനത്തിലേക്ക് സഭയ്ക്ക് അതെ. നമ്മുടെ ഒരു പുസ്തകം ഇപ്പോൾ വായിക്കാൻ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു കാര്യം, ഇത് ഏത് സ്ട്രീമിൽ നിന്ന് വരുന്ന ഏതെങ്കിലും ഇവാഞ്ചലിക്കൽ സ്ട്രീമിലെ ഒരു ചർച്ചിലെ മെമ്പർ ആണോ ഇത് പറയുന്നത്, ഓതർ. ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു പുസ്തകം ധൈര്യമായിട്ട് കയ്യിലെടുക്കണമെങ്കിൽ, ഞാൻ യൂട്യൂബിൽ ഏതൊക്കെ പ്രസംഗം കേൾക്കണം എന്ന് ചോദിക്കുന്നതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, മെയിൻ ലൈൻ ചർച്ചുകൾ അംഗീകരിക്കുന്ന ഒരാൾ ആയിരിക്കണം. ഒരു ചർച്ചിന്റെ കീഴിൽ ഡിസിപ്ലിൻഡ് ആയിട്ട് ഒരു ശിഷ്യനായിട്ട് സബ്മിറ്റഡ് ആയിരിക്കുന്ന ഒരാളായിരിക്കണം. അതായത് ആ ലോക്കൽ ചർച്ച് ഇയാൾക്ക് പ്രസംഗിക്കാനുള്ള ക്രെഡൻഷ്യൽസ് ഉണ്ടെന്നും ഇയാൾ ജീവിക്കുന്നത് വചനപ്രകാരമാണെന്നും ബോധ്യപ്പെടുത്തിയിരിക്കണം. ആ ചർച്ചിന് സബ്മിറ്റഡ് അല്ല, ലോക്കൽ ചർച്ചിന് സബ്മിറ്റഡ് അല്ലാത്ത ഒരാൾ വേറൊരാളെ പഠിപ്പിക്കാൻ പോകരുത്. ഇപ്പൊ എന്നോട് ഞാൻ അറ്റൻഡ് ചെയ്യുന്ന ചർച്ച് പറയാണ്, ചേസ് നിങ്ങളുടെ പ്രവൃത്തിയും വിശ്വാസവും പറയുന്നത് രണ്ടും രണ്ടാണ്. ഞങ്ങളുടെ ചർച്ചിൽ നിങ്ങൾ പ്രസംഗിക്കേണ്ടെന്ന് എൻ്റെ ലോക്കൽ ചർച്ച് പറഞ്ഞാൽ അടുത്ത ചർച്ച അന്വേഷിക്കാൻ പോകരുത്. എൻ്റെ ജീവിതം ക്രമപ്പെടുത്തി അവിടെ സബ്മിറ്റഡായി അത് വീണ്ടും റിസ്റ്റോർ ചെയ്യപ്പെടുന്നവരെ ഞാൻ പ്രസംഗിക്കാൻ യോഗ്യനല്ല. അതുകൊണ്ട് ചർച്ചിന്റെ ക്രെഡൻഷ്യൽസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹി ഷുഡ് ബി എ റെഗുലർ മെമ്പർ ഓഫ് എ ലോക്കൽ ചർച്ച് ആൻഡ് ഹി ഷുഡ് ബി സിറ്റ് അണ്ടർ സബ്മിഷൻ ആൻഡ് ലേൺ ഡിസിപ്ലിൻ. അത് ചെയ്യാത്ത ഒരാൾ വേറൊരാളെയും ഡിസിപ്ലിൻ ചെയ്യാൻ പുൾപിറ്റിലോട്ട് കയറാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഏത് പുസ്തകം എടുത്താലും വി നീഡ് ടു ചെക്ക് whether he belongs to a genuine, credible, traditional church. ഫ്രിഞ്ച് ഗ്രൂപ്പ്സ്, ഇപ്പോൾ ആളുകളുടെ പേരുള്ള ചർച്ചകളുണ്ട് ഒത്തിരി. അതിൽ അവരുടെ കരിസ്മ, അവരുടെ ടീച്ചിങ്, അങ്ങനെയുള്ള ചർച്ചകൾ തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, ആയിരിക്കാം. പക്ഷെ വി നീഡ് ടു ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. കാരണം ഇത് ശരിക്കും ഒതന്റിക് ആണോ എന്നുള്ള കാര്യം. രക്ഷയ്ക്കകത്ത് വിശ്വാസത്തിന്റെയും എന്റെയും റോള്, എന്റെ പൊസിഷൻ എന്താണെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അതായത് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഈ വിശ്വാസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇറ്റ്സ് ബൈ ഫെയ്ത്ത് അലോൺ. വിശ്വാസമില്ലാത്ത ഒരാൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. യൂണിവേഴ്സലിസത്തെ കുറിച്ച് വേണമെങ്കിൽ ഇതിന്റെ കൂടെ നമുക്ക് പറയാൻ സാധിക്കും. തീർച്ചയായും ഇവിടെയും നമുക്ക് രണ്ട് വ്യൂ പോയിന്റ്, ഞാൻ നേരത്തെ പറഞ്ഞ കാൽവിനിസം അല്ല അർമീനിയസം, രണ്ട് വ്യൂ പോയിന്റ്സ് ഉണ്ട്. ഈ രണ്ട് വ്യൂ പോയിന്റ്സിനകത്തും നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ യൂണിവേഴ്സലിസം ഈസ് റിജക്റ്റഡ്. കാരണം ഇതെല്ലാം ചോദ്യം വരുന്നത് അറ്റോൺമെന്റ് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. അറ്റോൺമെന്റ്, വാസ് ദ അറ്റോൺമെന്റ് ലിമിറ്റഡ് ഓർ യൂണിവേഴ്സൽ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഞാൻ ഈ മൂന്ന് വ്യൂ പോയിന്റ് ഒന്ന് വ്യക്തമാക്കാൻ ശ്രമിക്കാം. കാൽവിനിസം, അർമീനിയനിസം ആൻഡ് യൂണിവേഴ്സലിസം. ഇപ്പം നമ്മൾ 100 പേര് ലോകത്തുണ്ടെന്ന് വിചാരിക്കാം. കാൽവിനിസ്റ്റുകൾ പറയുന്നത് ഇതിൽ 15 പേരെ ദൈവം തെരഞ്ഞെടുത്തു. 15 പേരെ ദൈവം തെരഞ്ഞെടുത്തത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റേണിറ്റിയിലേക്കാണ്. ആ 15 പേർക്കും രക്ഷയ്ക്ക് വേണ്ടതെല്ലാം ദൈവം ഒരുക്കി വെച്ചു. സാൽവേഷൻ ഈസ് കംപ്ലീറ്റ് ഫോർ ദോസ് 15 people. They will not be lost. ഫുൾ സാൽവേഷൻ യേശു നേടി only for these people. യൂണിവേഴ്സൽ അല്ല, അവിടെ പർട്ടിക്കുലർലി ലിമിറ്റഡ് അറ്റോൺമെന്റ് എന്ന് എടുത്ത് പറയുന്നത് ടുലിപ്പ് എന്ന് പറയുന്നതാണ്. ഓക്കെ, അതിന് വാക്യങ്ങളുണ്ട്. അത് വാക്യങ്ങൾ റോമാലേഖനം 9-ാം അധ്യായത്തിൽ യേശാവിന്റെ യാക്കോബിന്റെ കഥ പറയും. അത് രണ്ട് ജനങ്ങളെ കുറിച്ചാണ് പറയുന്നെങ്കിലും അവരുടെ അനേകം വാക്യങ്ങളുണ്ട്. നമ്മൾ ദൈവത്തെ തെരഞ്ഞെടുത്തല്ല, ദൈവം നമ്മളെ തെരഞ്ഞെടുത്താണെന്ന് പറയുന്ന വാക്യം അതിന് വേണ്ടിയിരുന്നത്. അതുപോലെ മനുഷ്യന്റെ ഒരു മെറിറ്റും കണ്ടിട്ടില്ലെന്നും സകല സൃഷ്ടിക്ക് മുമ്പേ ദൈവം നിങ്ങളുടെ പ്രവൃത്തികൾ നോക്കിയിട്ടല്ല എന്നൊക്കെ പറയുന്ന അനേകം വാക്യങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത്. അതുപോലെ ഈ യേശാവിന്റെ യാക്കോബിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും അത് യേശാവും യാക്കോബിന്റെ പ്രവൃത്തികൾ നോക്കിയിട്ടാണ് മുന്നമേ. അങ്ങനെ കർത്താവ് പറയുന്നത് തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവഹിതം, മനുഷ്യരുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, ദൈവത്തിന്റെ നിർണയ നിമിത്തം അത്രയെന്ന് വരേണ്ടതിനെന്ന്, നോട്ട് ബൈ വർക്ക്സ് എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ദൈവം അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് ശരിക്കും രണ്ട് ജനങ്ങളുടെ കാര്യം പറയുന്നത്. അവിടെ ഒരു ജനത്തെ തിരഞ്ഞെടുക്കുന്നതിന്റെ കാര്യമാണ് അവിടെ പറയുന്നത്. ഇൻഡിവിജ്വൽ സാൽവേഷനെ കുറിച്ചല്ല അവിടെ പറയുന്നത്. ഇൻഡിവിജ്വൽ എക്സാമ്പിൾസ് എടുത്തിട്ടുണ്ടെങ്കിലും അതിനർത്ഥം ഇൻഡിവിജ്വലിയും ദൈവം അങ്ങനെ ഇടപെടുന്നുണ്ടെന്നുള്ളതാണ്. അതാണ് ഒരു കാൽവിനിസ്റ്റ് വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. അതിന്റെ റീസൺ എന്താണ് ഇത്രയും പേരെ തിരഞ്ഞെടുത്തു? നോ ഐഡിയ, അതറിയില്ല. അത് ദൈവം അവിടെ വരുമ്പോൾ പറഞ്ഞു തന്നു. അതാണ് അവർ പറയുന്നത്. യു ഡോണ്ട് നീഡ് ടു ആസ്ക് ഗോഡ്. ഇതിന് സ്ട്രോങ് ബിബ്ലിക്കൽ വ്യൂ പോയിന്റ് തന്നെയാണ്. അതിന് നമുക്ക് എടുത്തു കളയാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റ് അല്ലത്. യു കനോട്ട് ഡിസ്മിസ് കാൽവിനിസം ആസ് ഹെററ്റിക്കൽ. കാരണം അത് വളരെ സ്ട്രോങ്, ഇലക്ഷനെ കുറിച്ചുള്ള സ്ട്രോങ്സ്റ്റ് വ്യൂ പോയിന്റ്സ്.
പെന്തക്കോസ്റ്റൽസ് വലിയൊരു പങ്ക് അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് എനിക്കറിയാം. പക്ഷേ പേഴ്സണലി ഐ കാനോട്ട് റിജക്ട് ദാറ്റ് പൊസിഷൻ. കാരണം ബൈബിളിൽ അത് വളരെ സ്ട്രോങ് ആയിട്ട് ഒത്തിരി പഠിപ്പിക്കുന്നത്. പെന്തക്കോസ്റ്റലിസത്തിൽ വരുത്തിയിരിക്കുന്ന ആദ്യകാലത്ത് വന്നിരുന്ന ആ കാൽവിനിസം എന്നുള്ള ഡൈവേർഷൻ, അത് ക്ലാസിക്കൽ അർമീനിയനിസം. അവിടെ പറയുന്നത് ദൈവം മുന്നറിഞ്ഞു എന്നുള്ളത് ശരിയാണ്, തെരഞ്ഞെടുത്തു എന്നുള്ളത് ശരിയാണ്. കാരണം ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് ഒരിക്കലും നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നില്ല ലോകത്തിൽ ഏതെങ്കിലും ചർച്ച ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് നിഷേധിക്കുമായിരുന്നോ? നോ, ഗോഡ് വാസ് നോട്ട് ജസ്റ്റ് ത്രോയിങ് ഇൻ ടു ദ ടൈം. സമയത്തിന് വിട്ടുകൊടുക്കുകയല്ല, ആരും രക്ഷപ്പെട്ട് വരാണ് വരട്ടെ എന്ന് പറഞ്ഞ സമയത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നില്ല. ഹി ന്യൂ വാട്ട് വിൽ ഹാപ്പൻ. കാൽവിനിസം പറയുന്നത് ഹി നോട്ട് ഓൺലി ന്യൂ വാട്ട് വിൽ ഹാപ്പൻ, ഹി ഡിസൈഡഡ് വാട്ട് വിൽ ഹാപ്പൻ. അർമീനിയനിസം പറയുന്നത് ദൈവം അറിഞ്ഞു. ഇപ്പം അലക്സ് വിശ്വസിക്കുന്ന ദൈവം മുൻകൂട്ടി അറിഞ്ഞു. സോ ഫെയ്ത്ത് ബിലോങ്സ് ടു അലക്സ്. അലക്സ് വിശ്വസിക്കുന്ന ദൈവം കണ്ടേ ഉള്ളൂ, ദൈവം ഒന്നും ചെയ്തില്ല. ഹി ഡിഡ് നോട്ട് ഇന്റർവീൻ, ഹി ഡിഡ് നോട്ട് ഗിവ് യു എ ഫെയ്ത്ത്. അർമീനിയനിസം പറയുന്നത് അങ്ങനെയാണ്, ഞാൻ വിശ്വസിക്കുന്നു ദൈവം മുന്നേ അറിഞ്ഞു. അപ്പൊ ദൈവത്തിന്റെ അറിവ് മാത്രമാണ്, അല്ലാതെ ദൈവം ഒന്നും ചെയ്തിട്ടില്ല. ഒരു ആക്റ്റീവ് പാർട്ടാണ് ദൈവത്തിന് ഇല്ലെന്ന് പറയാം. അലക്സ് ദൈവത്തെ തെരഞ്ഞെടുത്തതില്ല, ആക്റ്റീവ് പാർട്ടില്ല എന്ന് പറയാം. Okay, I was the one who believed. Yeah, you believed and God just saw it. എവിടെയാ? ടൈം തുടങ്ങുന്നതിന് മുമ്പ്. അതാണ് അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാർക്ക്, അതാണ് അവരുടെ വാക്യം. മുന്നറിഞ്ഞവരെ തൻ്റെ മകൻ പുത്രൻ അനേക സഹോദരന്മാർക്ക് ആദ്യാവനായിട്ട് അവനെ മുൻ നിയമിച്ചു. അപ്പം ആരെല്ലാം അറിഞ്ഞോ അവരെല്ലാം മുൻ നിയമിച്ചു. അപ്പം ഇതാണ് ഒറ്റ നോട്ടത്തിലാകട്ടോ ആ മുന്നറിവ് എന്നുള്ള വാക്ക് ഞാൻ വ്യാഖ്യാനിച്ച കാൽവിനിസ്റ്റുകൾ വ്യാഖ്യാനിക്കുന്ന വേറെ രീതിയിലാണ്. മുന്നറിവ് എന്ന് പറയുന്നത് ദൈവം എന്നെ അറിഞ്ഞു എന്ന് പറഞ്ഞ് ദൈവം എന്നെ സ്നേഹിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് വരും. either way that's also a good explanation. കാരണം ഗിനസ്കോ എന്നുള്ള വാക്കിന് അങ്ങനെ ഒരു മീനിങ് കൂടെ ഉണ്ട്. ഈ മുന്നറിവിൻ പ്രകാരമുള്ള തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് അർമീനിയൻ പൊസിഷൻ. പക്ഷെ അവിടെ ഇലക്ഷനെ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അവിടെയും അറ്റോൺമെന്റ്, യേശുക്രിസ്തു ആരുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുമ്പോൾ ഇവർ പറയും യൂണിവേഴ്സിലെ എല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. പക്ഷെ എഫക്റ്റീവ് അറ്റോൺമെന്റ് ഈസ് ഓൺലി ഫോർ പോസിബിൾ. അപ്പൊ രണ്ടിടത്തും സത്യത്തിൽ എഫക്റ്റീവ് അറ്റോൺമെന്റ് കാൽവിനിസം ആയാലും അർമീനിയനിസം ആയാലും എഫക്റ്റീവ് അറ്റോൺമെന്റ് ഈസ് ലിമിറ്റഡ്. അതായത് എഫക്റ്റ് ആയ അറ്റോൺമെന്റ്. ഈ രണ്ട് പൊസിഷൻ അല്ലാത്ത ബാക്കിയെല്ലാം ഒരു ഉപദേശമാണ്. യൂണിവേഴ്സലിസം പറയുന്ന അപകടം കാൽവിനിസത്തിന്റെ അർമീനിയനിസത്തിന്റെ ഒരു മിക്സ് ആണ്. അതുകൊണ്ടാണ് അർമീനിയൻസിന് കാൽവിനിസത്തിലുള്ള ഒരു വാക്യം കേൾക്കുമ്പോൾ തോന്നും ഇത് യൂണിവേഴ്സലിസം ആണ്. കാൽവിനിസ്റ്റുകൾക്ക് അർമീനിയനിസം ഒരാൾ പറയുന്നത് തോന്നും എല്ലാവർക്കും വേണ്ടി കർത്താവ് മരിച്ചു, അപ്പോൾ യൂണിവേഴ്സലിസം ആണ്. പക്ഷെ രണ്ടും സത്യത്തിൽ ഇവാഞ്ചലിക്കൽ പൊസിഷൻ എന്ന് പറയാൻ കാരണം രണ്ടിടത്തും ഫെയ്ത്ത് അലോൺ ആണെന്ന് മാത്രമല്ല, ഇത് രണ്ട് ലിമിറ്റഡ് അറ്റോൺമെന്റ് ആണ്. എഫക്റ്റീവ്ലി ജീസസ് ഡെത്ത് വാസ് ബെനിഫിഷ്യൽ ഓൺലി ഫോർ ദോസ് ഹു ബിലീവ്. യേശുവിന്റെ മരണം, അവന്റെ യാഗം ആർക്ക് മാത്രമേ നടപ്പായിട്ടുള്ളൂ? ഇറ്റ്സ് ഓൺലി ഫോർ ദോസ് ഹു ബിലീവ്. അതാണ് ഇവാഞ്ചലിക്കൽ പൊസിഷൻ. അതേസമയത്ത് യേശുക്രിസ്തു മരിച്ചപ്പം ആദമിൽ എല്ലാവരും ഉണ്ടായിരുന്നു, ആദം പാപം ചെയ്തപ്പോൾ എല്ലാവരും പാപികളായി മാറി. അതുപോലെ യേശുക്രിസ്തു മരിച്ചപ്പോൾ യേശുവിൽ എല്ലാവരും ഉണ്ടായിരുന്നു, അതുകൊണ്ട് എല്ലാവരും നോ കണ്ടംനേഷൻ ആയി മാറി എന്ന് പറയുന്നതിനകത്തുള്ള അപകടം എങ്ങനെ നമ്മൾ ആദമിലായിരുന്നു, എങ്ങനെ നമ്മൾ ക്രിസ്തുവിലായിരുന്നു മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ആദമിലായത് ബൈ ബർത്താണ്, സോ നോ വൺ വാസ് എക്സംപ്റ്റഡ്. ക്രിസ്തുവിലായത് ബൈ എലക്ഷനാണ്. ഫെയ്ത്ത് ആരുടെ ആയിക്കോട്ടെ, ബി എ കാൽവിനിസ്റ്റ് ഓർ ആൻ അർമീനിയൻ. You were in Christ not by your will or not by birth. ഒരാൾ ജനിക്കുന്നോണ്ടാവുന്നില്ല, നമുക്കതറിയാം. യോഹന്നാൻ 1:12 പറയുന്നുണ്ട്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ ദൈവമക്കളാകാനുള്ള അധികാരം. ഇത് രക്തത്തിൽ നിന്നല്ല, നോട്ട് ബൈ ബർത്ത്. അതായത് നമ്മൾ വിശ്വാസത്തെ ആ വാക്യത്തിൽ വിശ്വസിക്കാന്ന് പറഞ്ഞ നാമത്തിൽ വിശ്വസിക്കണമെങ്കിൽ യേശുവിനെ കൈക്കൊള്ളണം. അവന്റെ ആത്മ ഉള്ളിൽ വരുമ്പോഴാണ് ഫെയ്ത്ത് എക്സസൈസ് എന്നിട്ട് ആ വാക്യം പറയുന്നത്. രക്തത്താൽ വരില്ല, ഹ്യൂമൻ ഡിസിഷനാൽ വരില്ല എന്ന് പറയുന്നുണ്ട്. സോ യോഹനൈൻ റൈറ്റിംഗ്സ് ആൻഡ് പോളൈൻ റൈറ്റിംഗ്സ് ടെൻഡ് എ ലിറ്റിൽ മോർ ടു കാൽവിനിസം. അവിടെയാണ് പ്രശ്നം. അതായത് യു ഗെറ്റ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുക. ആ കൈക്കൊള്ളാതെ എന്ത് ചെയ്യാൻ പറ്റില്ല? ആത്മാവ് വരാതെ വീണ്ടും ജനിപ്പിക്കാതെ വിശ്വസിക്കാൻ പറ്റില്ലെന്നാണ്. നമ്മുടെ കണ്ണു തുറക്കാതെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ആ പൊസിഷൻ. ഇത് ഞാൻ ഈ വ്യാഖ്യാനങ്ങളാണ് പറയുന്നത്. അപ്പൊ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഉപയോഗിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാൽവിനിസത്തിൽ വിശ്വസിക്കുന്നവരും അർമീനിയനിസത്തിൽ വിശ്വസിക്കുന്നവരും രണ്ടുപേരും ഫോളോ ചെയ്യേണ്ട ഒരു കോമൺ ത്രെഡാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അതായത് സാൽവേഷൻ ഈസ് ബൈ എലക്ഷൻ. ഫെയ്ത്ത് നിങ്ങൾ വ്യാഖ്യാനിച്ചു, നിങ്ങളുടെ ഫെയ്ത്ത് എവിടെ നിന്ന്? either with God, given by God or your faith.
പക്ഷെ ഒന്നുകൂടെ ദൈവത്തെ സ്തോത്രം ചെയ്യാൻ എനിക്ക് ഉപകാരപ്പെടുന്ന കർത്താവ് നീ എന്നെ ഒന്നും അറിയാത്ത പൊട്ടനായിരുന്നു എന്നെ രക്ഷിച്ചെന്ന് പറയുന്നതിനകത്ത് എനിക്ക് വർഷിപ്പ് ചെയ്യാനൊരു സുഖമുണ്ട്. പക്ഷെ അതിനകത്ത് വേറെ ഇവാഞ്ചലിസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ നമുക്കൊരു അപ്പോൾ ഇങ്ങനെ പഴയകാലത്ത് വിശുദ്ധന്മാർ പറയുമായിരുന്നു, വർഷിപ്പ് ലൈക്ക് എ കാൽവിനിസ്റ്റ് ആൻഡ് പ്രീച്ച് ലൈക്ക് ആൻ അർമീനിയൻ. ഇത് രണ്ടും എക്സ്ട്രീം പൊസിഷൻസ് ആണ്. ഈ എക്സ്ട്രീം പൊസിഷൻസിന്റെ രണ്ട് എക്സ്ട്രീമിലാണ് സത്യം കിടക്കുന്നത്, എൻ്റെ വെളിയിലൊന്നുമില്ല. സോ ഇന്റേണലി when you are in your worship room you are a Calvinist, അത് ട്രൂ ആണ്. ബട്ട് when you go out and preach you preach like an Armenian. കാരണം അവിടെ you don't know who will believe. you don't know. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞു വരുന്നത് പ്രധാനപ്പെട്ട പോയിന്റ് എലക്ഷൻ ഇൻ ക്രൈസ്റ്റ് എന്ന് ഞാൻ പറയുമ്പോൾ ചില ആളുകൾ തെറ്റിദ്ധരിക്കുന്ന ക്രിസ്തുവിൽ ഞാൻ ഫിസിക്കലി എക്സിസ്റ്റ് ചെയ്തത്. അങ്ങനെയല്ല, ലോകത്തിലുള്ളവരും തിരഞ്ഞെടുക്കപ്പെട്ടു എന്നല്ല ഉദ്ദേശിക്കുന്ന ഇതാണ് ബൈ എലക്ഷൻ. അവൻ എന്നെ ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. അത് ഇല്ലസ്ട്രേറ്റ് ചെയ്യും. ദാറ്റ്സ് ബൈ എലക്ഷൻ ഐ എം ഇൻ ക്രൈസ്റ്റ്. ആ എലക്ഷൻ കാണിക്കാൻ വേണ്ടി ഞാൻ ഒരു പുസ്തകത്തിനകത്ത് ഒരു പേപ്പർ വെക്കുന്ന ഒരു എക്സാമ്പിൾ ഞാൻ സാധാരണ കാണിക്കാറുണ്ട്. അത് നമ്മൾ എങ്ങനെ ക്രിസ്തുവിൽ ഇരിക്കുന്നു എന്നുള്ള എലക്ഷന്റെ പൊസിഷൻ കാണിക്കാനാണ്. അല്ലാതെ ദാറ്റ് ടൈം ഐ എം നോട്ട് ബോൺ, ഞാനില്ല. അല്ല, ഈ ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള പാസ്റ്റർ ഒരു യൂണിവേഴ്സൽ വ്യൂ പോയിന്റ് ആണെന്നുള്ള ഒരു പ്രതീതി പല അതാണ് ഞാൻ പറഞ്ഞത്. കേൾക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒരു കാൽവിനിസ്റ്റിക് പെർസ്പെക്റ്റീവ് ഇടയ്ക്ക് വരുമല്ലോ, അതായത് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ആളുകൾ കേൾക്കുമ്പോൾ ചിന്തിക്കും, ഓ ഇത് യൂണിവേഴ്സലിസം. കാരണം അവർ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ, അർമീനിയനിസ്റ്റിലെ യേശു എല്ലാവർക്കും വേണ്ടി മനുഷ്യ എന്നുള്ള തിയറിയും ആ യേശുവിന്റെ മരണം പെർഫെക്റ്റ് ആയില്ല നേടി എന്നുള്ള തിയറിയും കൂടെ പ്ലസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സലിസം. അപ്പൊ അർമീനിയൻ മൈൻഡിൽ ചിന്തിച്ചിട്ട് പെർഫെക്റ്റ് അറ്റോൺമെന്റിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഇവർ വിചാരിക്കുന്നത് പക്ഷെ യൂണിവേഴ്സൽ സാൽവേഷൻ എന്ന് പറയുന്നത് ലോകത്തിൽ 1-ാം നമ്പർ ഹെറസികളിൽ ഒന്നാണ്, ദുരുപദേശങ്ങളിൽ ഒന്നാണ്. അത് എങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആർക്കെങ്കിലും ഉണ്ടായെങ്കിൽ അത് ഒരിക്കലും എൻ്റെ ഉദ്ദേശമല്ലായിരുന്നു. കാരണം അതൊരു യൂണിവേഴ്സലി ഹെറസിയായിട്ട് കണ്ടം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. കാരണം എബ്രായ ലേഖനം 6:1 പറയുന്നു, ആകയാൽ ആ വാക്യം എങ്ങനെയാണ്, നിർജ്ജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിൻ്റെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി. ഈ അടിസ്ഥാന പാഠങ്ങൾ ഇറ്റേണൽ പണിഷ്മെന്റ് ആണ്, ഇറ്റേണൽ ജഡ്ജ്മെന്റ്. ജഡ്ജ്മെന്റിന്റെ ഗ്രേഡ് വ്യത്യാസം വരുമെന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതായത് ആ നാളിൽ സോറിനും സീതോനും നിങ്ങളെക്കാൾ സഹിക്കാൻ പറ്റും എന്ന് കർത്താവ് പറയുമ്പോൾ ദിൽ ബി ഗ്രേഡ്സ് ഓഫ് പണിഷ്മെന്റ്സ്. അതായത് വളരെ വയലന്റ് ആയി ആക്റ്റീവ്ലി ഈവിൽ ഫോളോ ചെയ്തവർക്കും ഇന്നസെന്റ് വിക്ടിംസിന് ഒരേ പണിഷ്മെന്റ് കൊടുക്കുന്നതൊക്കെ ഇതൊക്കെ മനുഷ്യന്റെ ജസ്റ്റിസ് ചിന്തകളാണ്. ഇതൊന്നും ബൈബിളിൽ വ്യക്തമായി റിപ്ലൈ ഒന്നുമില്ല. പക്ഷെ ഗ്രേഡ്സ് ഓഫ് ഹെൽ എന്നുള്ള ചില ആളുകൾ പറയുന്നുണ്ട്, ഐ എം നോട്ട് മെഡിറ്റേറ്റിംഗ് എനി വേ ഓൺ ഹെൽ ബട്ട് റാദർ വി വിൽ മെഡിറ്റേറ്റ് ഓൺ ഹെവൻ വേർ അവർ ഇൻഹെറിറ്റൻസ് ഈസ്. പക്ഷെ ഹെൽ ഈസ് ദെയർ, ദാറ്റ്സ് എ റിയാലിറ്റി, വി നീഡ് ടു പ്രീച്ച് ദാറ്റ്. എറ്റേണൽ ഹെൽ ഈസ് ദെയർ ആൻഡ് വി നീഡ് ടു പ്രീച്ച് ദാറ്റ്. കാരണം ടൈം കൊളാപ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു മാറ്റം ഒരിടത്തും നടക്കില്ല. വൺസ് ഇറ്റേണിറ്റി സ്റ്റാർട്ട്സ് നത്തിങ് ക്യാൻ ബി ഡൺ. ടൈമിനെ കുറിച്ച് നിത്യതയെ കുറിച്ച് മനസ്സിലാകാത്തോണ്ട് ഈ കൺഫ്യൂഷൻസ് എല്ലാം വരുന്നത്. ഇപ്പൊ ടൈം ക്ലോസ് ആയി കഴിഞ്ഞാൽ നമുക്കും സ്വർഗത്തിൽ പ്രൊമോഷൻ ഒന്നുമില്ല. വി ആർ ആസ് വി ആർ ദെയർ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ഇല്ല. ടൈം ഉണ്ട്, നാളെ മാറി എന്ന് പറയാം. നാളെ മാറാനത് നാളെ ഇല്ല. അതുകൊണ്ട് നിത്യതയിൽ എവിടെയാണോ, അത് ശിക്ഷാവിധിയിലായാലും ജീവനിലായാലും, സിൻസ് ടൈം ഈസ് നോട്ട് ഇൻ ഓപ്പറേഷൻ, ദാറ്റ്സ് ടൈമിലല്ല, അത് ഇറ്റേണിറ്റിയിലാണ് സഫറിങ് നടക്കുന്നത്. ഇറ്റേണിറ്റിയിൽ നടക്കുന്ന സഫറിങ്ങിന്റെ ഗ്രേഡ് ഒന്നും എനിക്കറിയില്ല, പക്ഷെ സഫറിങ് ഈസ് ദെയർ, അത് ഇറ്റേണൽ ആണ് തന്നെ. അതുകൊണ്ടാണ് ഇത്രയും സീരിയസ് ആകുന്നത് സുവിശേഷം. അപ്പൊ പിന്നെ ഈ ഇത്ര സ്നേഹവാനായ ഒരു ദൈവം സ്വന്തം പുത്രനെ കൂടെ നൽകുവാൻ തക്കോണം വളരെ കമ്പാഷനും സ്നേഹവാനായ ദൈവം എട്ടേണൽ ഒരു മനുഷ്യനെ ഇങ്ങനെ ഇട്ട് ചതയ്ക്കുക എന്നൊക്കെ പറയുന്നത് ഈ മനുഷ്യന്റെ ബുദ്ധിയിൽ ഇമാജിൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പലരും പറയുന്നു, മൈ ഗോഡ്, മൈ ഡാഡ് ഈസ് എ ലവിങ് ഫാദർ. ആദ്യം ബൈബിൾ വായിക്കുമ്പോൾ മനുഷ്യബുദ്ധി മാറ്റി വെച്ചിട്ട് വായിക്കാൻ എന്നെ കർത്താവ് ആദ്യം പഠിപ്പിച്ചത്. മനുഷ്യർ ദൈവത്തെ കാണുന്നത് മനുഷ്യൻ എങ്ങനെയാണ് സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നുള്ള രീതിയിലാണ്. പക്ഷെ ദൈവത്തിന്റെ സ്നേഹമോ ദൈവത്തിന്റെ നീതിയോ ഒന്നും മനുഷ്യരുടെ ബുദ്ധിക്ക് അളക്കാവുന്ന രീതിയിലല്ല ഇരിക്കുന്നത്. ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ, ഐദർ ബൈ യുവർ ഫെയ്ത്ത് ഓർ വാട്ട് എവർ, ഞാനത് പിന്നെ ആവർത്തിക്കുന്നില്ല, ഞാനതിന്റെ മേജർ ഫങ്ഷൻസ് മാത്രമേ പറയുന്നുള്ളൂ. ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ആരായാലും അവർ നിത്യമായ ജീവനിലേക്കും യേശുവിന്റെ സ്നേഹത്തിലേക്കും പ്രവേശിച്ചെന്ന് മാത്രമേ നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ദൈവം സ്നേഹമാവുന്നുള്ള ശരിയാണ്, പക്ഷെ അതുപോലെ തന്നെ ഗോഡ് ഈസ് ലവ് 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 നമ്മൾ കാണുന്നില്ല. ഗോഡ് ഈസ് ഹോളി 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 എന്നാണ് കാണുന്നത്. അപ്പൊ ദൈവത്തിന്റെ ഹോളിനെസ് എന്താ പറയുന്നറിയോ, ഒറ്റ ഒരുത്തൻ പോലും സ്വർഗത്തിൽ വരരുതെന്ന്. പിന്നെ അതാണ് ചെയ്യേണ്ടത്. കാരണം സ്നേഹം ഉണ്ടായാലും
സ്നേഹം എന്തായിരിക്കണം? ഹോളി ആയിരിക്കണം. ഒരു ഒരു അശുദ്ധനെ പിടിച്ച് മടിയിരുത്തുന്ന ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ അശുദ്ധിക്ക് സൊല്യൂഷൻ ഉണ്ടാക്കാതെ അതിനെ കോണ്ടോൺ ചെയ്യുന്ന, അതിനെ അംഗീകരിക്കുന്ന ഒരു സ്നേഹം ഒരിക്കലും ദൈവത്തിന് സ്നേഹിക്കാൻ പറ്റില്ല. അവിടെയാണ് ഇവരുടെ ആർഗ്യുമെന്റ്. നിത്യ നരകം ഇല്ലെന്ന് പറയുന്നവര് കർത്താവ് യൂണിവേഴ്സലി എല്ലാവർക്കും വേണ്ടി ഒരു വീണ്ടെടുപ്പ് സ്ഥാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് എല്ലാവരും നീതീകരിക്കപ്പെട്ടു. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ചില പറയാറുണ്ട്, പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററാണ്, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഹീ ഈസ് ദെയർ ഇൻ ദ പൊസിഷൻ. അതുപോലെ എല്ലാവർക്കും വേണ്ടിയുള്ള രക്ഷ കർത്താവ് ഒരുക്കി കഴിഞ്ഞു യൂണിവേഴ്സൽ വ്യൂ പോയിട്ട്. അതുകൊണ്ട് ഇനി നിത്യമായ ഒരു ശിക്ഷാവിധി നരകം ഇല്ല. കാരണം നമുക്ക് അതിനൊരു വാക്യം വായിക്കാം. നമ്മൾ തിയോളജിയാണ് ഇത്തരം സംസാരിച്ചിട്ടുണ്ട്. കാരണം തിയോളജി പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെൽ അക്സെപ്റ്റഡ് പൊസിഷൻസ് ആയതുകൊണ്ട് അത് വേണമെങ്കിൽ ഏത് ബുക്ക് നോക്കിയാൽ ഈ വാക്യങ്ങളൊക്കെ കാണും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അക്സെപ്റ്റഡ് പൊസിഷൻസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമുക്ക് ലെറ്റ്സ് സീ ഫോർ ഹൂം ജീസസ് ഡൈഡ്. എഫക്റ്റീവ് അറ്റോൺമെന്റ് നമ്മൾ അർമീനിയൻസോ ഗാലൻസോട് മിക്സ് ചെയ്താൽ ലെറ്റ്സ് കം ടു an effective atonement position. What was the effective atonement? യോഹന്നാന്റെ സുവിശേഷം 17:9 പറയുന്നു, ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നില്ല, ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിന് വേണ്ടി അപേക്ഷിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല. നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവരായതുകൊണ്ട് അവർക്ക് വേണ്ടി അത്ര അപേക്ഷിക്കുന്നത്. ലിമിറ്റഡ് ടു 11 പീപ്പിൾ. അവിടെ ശിഷ്യന്മാരായ 11 ആൾക്കാരെ കുറിച്ച് മാത്രമേ പറയുന്നു. വേഴ്സ് 20 വരുമ്പോൾ പറയാണ്, ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ ആരെല്ലാം എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നുവോ അവർക്ക് വേണ്ടി കൂടെ അപേക്ഷിക്കുന്നു. അപ്പോൾ ബൈ ഫെയ്ത്ത് എനിവൺ ക്യാൻ എൻ്റർ. അതെല്ലാം ദൈവം മുന്നമേ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു ഹൈപ്രീസ്റ്റ്ലി പ്രയർ ആണ്. ഹൈപ്രീസ്റ്റ്ലി പ്രയറിനകത്ത് പൊട്ടൻഷ്യലി യു ക്യാൻ സേ, ഇഫ് യു ആർ ടേക്കിംഗ് ആൻ അർമീനിയസ്റ്റ് വ്യൂ പോയിന്റ്, ഇഫ് യു സേ പൊട്ടൻഷ്യലി ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടി കർത്താവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് സഫിഷ്യന്റ് ഫോർ ഓൾ, പക്ഷേ എഫക്റ്റീവ് ഓൺലി ഫോർ ഹു ബിലീവ്. അത് യേശുവിന് മുൻകൂട്ടി അറിയാവുന്നത് കൊണ്ട് ഈ ആരൊക്കെ വിശ്വസിക്കുമോ ഇതിനകത്തൊരു വലിയ കാര്യമുണ്ട്. അത് നമുക്ക് ഒന്നും അറിയാൻ വയ്യാത്തൊരു മിസ്റ്ററി ഉണ്ട്. അത് പറഞ്ഞ് ഈ പ്രശ്നം ഇപ്പൊ തന്നെ തീരും. ഈ ഇത്രയും പേര് വിശ്വസിക്കുന്നവരെ ദൈവം മുന്നമേ കണ്ട് അവരുടെ രക്ഷയ്ക്ക് വേണ്ടതല്ല ആ തക്ക സമയത്തുള്ള വിശ്വാസം, നീതി, വിശുദ്ധീകരണം, ഇതെല്ലാം കർത്താവ് അവന്റെ പ്രവൃത്തികളാൽ ഒരുക്കി വെച്ചു. ധനം ആർക്ക് വേണ്ടി? only for those who believe. അതുകൊണ്ടാണ് ഇതേ യോഹന്നാന്റെ 17:19 ഈ മഹാപുരോഹിത പ്രാർത്ഥനയിൽ മഹാപുരോഹിതൻ പറയുന്നത് 17:19, അവരും സാക്ഷാൽ, അതായത് ഈ പ്രാർത്ഥന ലിസ്റ്റിലുള്ള എല്ലാവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കും. അപ്പൊ യേശുക്രിസ്തു സ്വയം വിശുദ്ധീകരിക്കുമ്പോൾ ആ ഹൈപ്രീസ്റ്റ്ലി പ്രയറിൽ പറയുന്നത് 17-ാം അധ്യായത്തിൽ ജോൺ 17 പറയുന്നത് അത് അവർക്ക് വേണ്ടിയാണ്, വിശ്വസിക്കുന്നവർക്ക്. അപ്പൊ വിശ്വസിക്കുന്ന എല്ലാവർക്കുമുള്ള രക്ഷ കർത്താവ് ഒരുക്കി വെച്ചു. പിന്നെ യൂണിവേഴ്സൽ അറ്റോൺമെന്റ് ആൻഡ് പർട്ടിക്കുലർ സാൽവേഷൻ എന്ന് പറയുമ്പോൾ വേറെ അപകടമുണ്ട്. യൂണിവേഴ്സൽ അറ്റോൺമെന്റ് എന്ന് പറയുമ്പോൾ അതിനകത്തുള്ളൊരു അപകടം, ദൈവം എല്ലാവരും ഒരുപോലെയാണ് രക്ഷിച്ചത്. മുൻകൂട്ടി ആരെയും കണ്ട് പ്രത്യേകിച്ച് ആർക്കും വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയാൻ പാടില്ല. ദൈവം എല്ലാവർക്കും വേണ്ടി ഒരുപോലെയാണ് മരിച്ചതെന്ന് പറഞ്ഞാലുള്ള പ്രോബ്ലം എന്താണെന്നറിയാം? ആരെയും ദൈവം രക്ഷിച്ചിട്ടില്ല. കാരണം ഇനി ബാക്കിയുള്ള മനുഷ്യർ അധ്വാനിച്ചാലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതാണ് വേറൊരു അപകടം. അതുകൊണ്ടാണ് മുന്നറിവിനാലുള്ള മുൻനിർണയം എങ്കിലും നമ്മൾ വിശ്വസിച്ചേ പറ്റുള്ളൂ. എങ്കിലേ രക്ഷ പൂർണ്ണമായിട്ടും ഒരു വിശ്വാസിയിലേക്ക് വന്നു നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകൂടെ എന്നെ വിശദീകരിക്കാൻ വേണമെങ്കിൽ, അതായത് ഇപ്പം ഈ ഭൂമിയിലാകെ 100 പേരുണ്ട്. 100 പേർക്ക് വേണ്ടി കർത്താവ് മരിച്ചു. അതിൽ 15 പേർക്ക് ഇത് എഫക്റ്റീവ് ആവുന്നുള്ളൂ. അതിലൊന്ന് ഞാനാണ്. അപ്പുറത്തുള്ള മത്തായി ചേട്ടൻ എഫക്റ്റീവ് ആയിട്ടില്ല. അതിന്റെ കാരണം യേശു മരിച്ചതാണ് മത്തായി ചേട്ടന് വേണ്ടി, എനിക്ക് വേണ്ടി ഒരുപോലെ മരിച്ചത്, ഒരുപോലെ കർത്താവ് ചെയ്തിട്ടുള്ളൂ. ആർക്ക് വേണ്ടി സ്പെഷ്യൽ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ മത്തായി ചേട്ടൻ നരകത്തിൽ ഞാൻ സ്വർഗത്തിൽ പോകാനുള്ള ക്രെഡിറ്റ് ആർക്കാ? തീർച്ചയായിട്ടും രക്ഷയുടെ ക്രെഡിറ്റ് ആർക്ക് പോയി? അപ്പൊ യേശു സത്യത്തിൽ ആരെയും രക്ഷിച്ചില്ല എന്ന് വരും. അപ്പൊ യേശു രക്ഷകൻ എന്ന് വിളിക്കാനും പറ്റില്ല. കാരണം എന്റെ രക്ഷകൻ ഞാൻ തന്നെയായിരിക്കും. അതുകൊണ്ടാണ് അത് അർമീനിയനിസത്തിൽ ഒന്നൊരു ഡൈവേർഷനാണ്. ശരിക്കും അർമീനിയനിസം അത്ര എത്തുന്നില്ല. അർമീനിയനിസം പറയുന്നത് ബൈ ഫോർ നോളജ്. അതായത് 100 പേരിൽ 15 പേര് എങ്ങനെ വന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വിശ്വാസം ആരുടെയാ?
ആ വിശ്വസിക്കുന്നവർ. അതാണ് റോമാലേഖനം 8:29 എത്ര മനോഹരമായിട്ട് പറഞ്ഞേക്കുന്നറിയാം. 8:29 പറഞ്ഞ, അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരങ്ങൾക്ക് ആദിജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു എന്ന് പറയാൻ കാരണം, there is an appointment for all those whom he has foreseen. മുന്നമേ കണ്ടവർക്ക് അവർ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കർത്താവ് രക്ഷയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. രക്ഷയ്ക്ക് വേണ്ടതെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. പക്ഷെ അർമീനിസം പറയുന്നു അതൊക്കെ ശരിയാണ്, പക്ഷെ ഫെയ്ത്ത് നഷ്ടപ്പെടുത്തിയാൽ പോകും. അതാണ് അർമീനിയൻ പൊസിഷൻ. കാലിനിസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ഫെയ്ത്ത് ദൈവത്തിൻ്റെയാണ്, നിത്യമാണ് തിരഞ്ഞെടുപ്പ്. അതുകൊണ്ട് നമ്മുടെ കയ്യിലല്ല ഇരിക്കുന്നത്. വിശ്വാസം പോലും, ദൈവത്തോടുള്ള സ്നേഹം പോലും, അനുസരണം പോലും ദൈവം നമ്മുടെ ആ സ്നേഹത്താൽ നമ്മളിൽ ഉളവാക്കുന്നതാണ്. ഐദർ വേ കോമൺ പോയിന്റ്സ് എന്തൊക്കെയാണ്? തെരഞ്ഞെടുപ്പ്, പരിപൂർണ രക്ഷ, രക്ഷകന് മഹത്വം. എനിക്കൊരു മഹത്വം ഇല്ല. എനിക്കൊന്ന് വർഷിപ്പ് ചെയ്യണം കർത്താവിനെ. കർത്താവ് മൃഗത്തെ പോലെ ഉണ്ടായിരുന്ന എന്നെ നീ രക്ഷിച്ചു, സ്തോത്രം എന്ന് പറയണം. അതെനിക്ക് അത്യാവശ്യമാണ്. അത് പറയാതെ എനിക്ക് വർഷിപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ദൈവം എൻ്റെ രക്ഷ പൂർത്തിയാക്കി. അവൻ അതാണ് 1 കൊരിന്ത്യർ 1:30 പറയുന്നത്. ഇത് യൂണിവേഴ്സലി അല്ല, വിശ്വസിക്കുന്നവർക്ക് മാത്രം. ഇത് എഫക്റ്റീവ് അറ്റോൺമെന്റിനെ കുറിച്ചാണ് പറയുന്നത്. 1 കൊരിന്ത്യർ 1:30 പറയുന്നത്, നാമോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. ഹി ബിക്കെയിം എന്ന് പറയുമ്പോൾ ഞാൻ ഇനി ഐ ഹാവ് ടു ബിക്കം എന്നല്ല, ഹി ബിക്കെയിം. പക്ഷെ ഐ ഹാവ് ടു ബിക്കം ഓൾസോ കറക്റ്റാണ്. അതെവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻ ക്രൈസ്റ്റ് പൊസിഷൻ്റെ കൂടെ വേറൊരു പൊസിഷൻ ഉണ്ട്, ക്രൈസ്റ്റ് ഇൻ മീ പൊസിഷൻ. ക്രിസ്തു എന്നിൽ, ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കുന്നു. യേശു എന്നിൽ വസിക്കുന്നതും ഞാൻ അവനിൽ വസിക്കുന്നതിനും ടൈമിൽ ഒരു പോയിന്റ് ഉണ്ട്. തെരഞ്ഞെടുപ്പിലൊരു പോയിന്റ് ഉണ്ട്. തെരഞ്ഞെടുപ്പിൽ ഞാൻ അവനിൽ ഉള്ളതുകൊണ്ടാണ് അതെനിക്ക് ഇൻഹെറിറ്റൻസ് ഉണ്ടായത്. ആദമിൽ ഞാൻ ഉണ്ടായിരുന്നപ്പം എനിക്ക് ആദമിന് ഇൻഹെറിറ്റൻസ് കിട്ടി. എൻ്റെ വലിയപ്പൂപ്പൻ അധ്വാനിക്കുമ്പം ആ അധ്വാനത്തിൽ, എൻ്റെ അപ്പൻ അധ്വാനിക്കുമ്പം ആ അധ്വാനത്തിൽ അവൻ്റെ കടിപ്രദേശത്ത് ഞാനും ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്കത് ഇൻഹെറിറ്റൻസ് ആയിട്ട് കിട്ടി. യേശു അധ്വാനിക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ അവനിൽ പിതാവ് എന്നെയും കണ്ടിരുന്നതുകൊണ്ട് എനിക്കും അത് ഇൻഹെറിറ്റൻസ് ആയിട്ട് കിട്ടി. പക്ഷെ അത് ഒരു വിശ്വാസത്തിൽ വന്നൊരു വ്യക്തിക്ക് മാത്രമേ കിട്ടുള്ളൂ. വിശ്വാസികൾക്ക് മാത്രമേ കിട്ടുള്ളൂ എന്ന് മാത്രമല്ല, അത് അനുഭവിക്കണമെങ്കിലും ഇങ്ങനൊരു കാര്യം ഉണ്ടായിരുന്നു എന്ന് അറിയണമെങ്കിലും വിശ്വസിക്കണം. ക്രിസ്തുവിൽ ഇവൻ ഇരിക്കുന്നത് എന്താണെന്ന് അറിയണമെങ്കിലും, അവൻ അതുകൊണ്ടൊരു പുതിയ മനുഷ്യനാകണമെങ്കിലും അവൻ്റെ വിശ്വാസത്താൽ മാത്രമേ ആവത്തുള്ളൂ. അപ്പൊ തെരഞ്ഞെടുപ്പിനാൽ വി ആർ ഇൻ ക്രൈസ്റ്റ് ഇറ്റേണലി, ബട്ട് ബൈ ഫെയ്ത്ത് വി ഹാവ് ടു ഫേസ് ഇറ്റ് ഇൻ ദ റിയൽ ടൈം. അപ്പം ഈ റിയൽ ടൈമിൽ നമ്മൾ ക്രിസ്തുവിലും ക്രിസ്തു നമ്മളിലും ആകണം. അത് ബൈ ഫെയ്ത്ത് ആണ് നടക്കുന്നത്. അതുകൊണ്ടാണ് വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകേണ്ടത്. ദാറ്റ് ജസ്റ്റിഫൈസ് ദ ഇലക്ഷൻ. അത് എന്നേക്കുമുള്ള തെരഞ്ഞെടുപ്പിനെ ജസ്റ്റിഫൈ ചെയ്യും. അതാണ് അവിടെ സംഭവിക്കുന്നത്. ഇൻ ക്രൈസ്റ്റ് എന്നുള്ള വിഷയത്തെ ഒരു തെറ്റിദ്ധാരണ പൊതുവെ ഈ വ്യൂവേഴ്സിന്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ ദൈവം നമ്മളെ ശ്രമിക്കുന്നവരുടെ ഉണ്ടായിട്ടുണ്ട്. അത് വളരെ അങ്ങനെ ഇവാഞ്ചലിക്കൽ സ്ട്രീമിനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കാത്തവരാണ് പറയുന്നത്. അതായത് ഈ ഇൻ ക്രൈസ്റ്റ് പൊസിഷൻ ഈസ് എ തിയോളജിക്കലി വെൽ എക്സ്പ്ലെയിൻ സ്റ്റാൻഡ്. കാരണം ബൈബിളിൽ അത് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എഫെസ്യർ 1:4 പറയുന്നു, സകല കാലത്തിന് മുമ്പേ, ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പേ നിങ്ങൾ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. മുമ്പ് അപ്പൊ ഈ ഇൻ ക്രൈസ്റ്റ് എന്നുള്ള പൊസിഷൻ വിശ്വാസത്തിൽ രക്ഷയിൽ വന്ന ഒരു വ്യക്തി ആണ്. അതിന് മുമ്പ് ഞാൻ ക്രിസ്തുവിൽ ഇല്ലായിരുന്നു എന്ന് ചിലരെ പറയുന്നുണ്ട്. എല്ലാ മനുഷ്യരും ക്രിസ്തുവിലായിരുന്നു. ഇല്ല, വിശ്വസിക്കുന്നവർ മാത്രം. അത് പ്രത്യേകിച്ച് ഞാൻ എടുത്തത് ഡിസ്പ്ലേ പോലെ പറയാറുണ്ട്. അതായത് ഞാൻ സാധാരണ പുൾപിറ്റിന് ഒരു ടൈം ലൈൻ പോലെ വരച്ചിട്ട് ദൈവം മുൻകൂട്ടി വിശ്വസിക്കുന്നവരെ കണ്ടിട്ട് പഴയ നിയമ വിശുദ്ധന്മാരെ ഓരോരുത്തരെയും പറക്കിയെടുത്ത് വിശ്വസിക്കുന്ന എന്നെ പറക്കിയെടുത്ത് ഇങ്ങനെ കാൽവിനിസവും അർമീനിയനിസവും അല്ലാത്തൊരു പൊസിഷനിലാണ് ഞാൻ സംസാരിക്കുന്നത്. അവിടെ വിശ്വസിക്കുന്നവരെ തിരഞ്ഞെടുക്കുന്നവരെയും കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവിടെ ഹ്യൂമൻ ബീയിങ്സിന്റെ വിശ്വാസം ദൈവമേ മുന്നമേ കണ്ടു എന്നാണ് പറയുന്നുള്ളൂ. ഞാൻ അവിടെ കാൽവിനിസ്റ്റ് പൊസിഷൻ പോലും ഞാൻ പറയുന്നില്ല. ബേസിക്കലി തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുമ്പോൾ മനുഷ്യർക്ക് എളുപ്പം മനസ്സിലാകാൻ വേണ്ടി, അത് മനുഷ്യരുടെ പെർസ്പെക്റ്റീവ് നമുക്ക് പിടികിട്ടാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ആ ഒരു മറ്റേ സൈഡ് പറയാത്തത്. മറ്റേ സൈഡ് ട്രൂ അല്ലെന്നല്ല അതിനർത്ഥം. ഇത് പറയുന്നതിന്റെ കാര്യം ടു ബി ഓൺ ഇവാഞ്ചലിക്കൽ സൈഡ്. പക്ഷെ അതിനകത്ത് ഈ ഒരു ആസ്പെക്റ്റ് ആണ് ഞാൻ എംഫസൈസ് ചെയ്യുന്നത്. അതായത് ഓൺലി ദോസ് ഹു ബിലീവ്. അത് എപ്പോഴും പ്രസംഗത്തിൽ പറയുന്ന കാര്യം. പിന്നെ ഒബ്ജക്ഷൻ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ സ്ട്രീം ചർച്ചയിൽ നിന്ന് വന്നവരായിരിക്കില്ല പൊതുവെ ഒബ്ജക്ഷൻ ഉണ്ടാക്കുന്നത്. ദേ വുഡ് ഹാവ് ഫോളോഡ് എ സിംഗിൾ ടീച്ചർ, എവിടെയെങ്കിലും സ്റ്റഡീഡ് ബൈബിൾ ഓൺ ദെയർ ഓൺ, ട്രസ്റ്റിംഗ് ഓൺ ദെയർ ഓൺ റെവലേഷൻ. ദേ ഷുഡ് മൈറ്റ് നോട്ട് ഹാവ് കം. അവരൊരു പൊതു സ്ട്രീമിലുള്ള ഒരു ചർച്ചയിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരായിരിക്കാൻ സാധ്യത വളരെ കുറവാണ്. ഇനി ആർക്കെങ്കിലും അങ്ങനെ ഒരു ഡൈവേഴ്സിറ്റി ടീച്ചിങ് ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഒരു ബ്രദറൻ ബാപ്റ്റിസ്റ്റ്, ഇവൻ CSI മർത്തോമ പോലും സാൽവേഷന്റെ പാർട്ടാണ് പറയുന്നത്, സ്നാനത്തിന്റെ പാർട്ടല്ല. കൃപയാലുള്ള വീണ്ടെടുപ്പിൽ വിശ്വസിക്കുന്ന എല്ലാ റിഫോംഡ് അല്ലെങ്കിൽ ആ ഒരു റിഫോർമേഷന് ശേഷം വന്ന മെയിൻ സ്ട്രീം ചർച്ചുകളിൽ നിന്നുള്ള ആരും ആയിരിക്കില്ല
സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ഒബ്ജക്ഷൻ ഉണ്ടാക്കും. കാരണം നോ വൺ ക്യാൻ ഡിനൈ എലക്ഷൻ, നോ വൺ ക്യാൻ ഡിനൈ അവർ പൊസിഷൻ ഇൻ ക്രൈസ്റ്റ്. കാരണം പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ ആൻഡ് ഫങ്ഷണൽ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ശരിക്കുമുള്ള ഇവാഞ്ചലിക്കൽ ഉപദേശത്തിന്റെ ഭാഗം തന്നെയാണ്. ദൈവം എപ്പോഴും നമ്മളെ കാണുന്നുണ്ട്, നമ്മൾ ഉണ്ടായിട്ടില്ല, പക്ഷെ ടൈം ലൈൻ ഈസ് ഓൾവേസ് ഓപ്പൺ ടു ഹിം. കാരണം അവന്റെ ജ്ഞാനം അതുപോലെയാണ്. അപ്പൊ നമ്മളെ എപ്പോഴും ക്രിസ്തുവിൽ കാണുന്നുണ്ട്. ഇറ്റേണലാണ് ആ കാഴ്ച. എറ്റേണൽ വ്യൂ പോയിന്റിലാണ് ടൈം ലൈനിൽ ചിന്തിക്കുന്നവർ അത് മിക്സ് ചെയ്തിട്ട് തെറ്റായ പഠിപ്പിക്കലാണ് ചിന്തിക്കാൻ. ഡൈവേർഷൻ. ഞാൻ ഈ തെറ്റായ പഠിപ്പിക്കുന്നത് പറഞ്ഞ 1-2 പേരുടെ ടീച്ചിങ് കേട്ടപ്പോൾ എനിക്ക് തെറ്റായിട്ട് തോന്നിയില്ല. അവർ പറയുന്നത് തെറ്റായിട്ട് തോന്നിയില്ല. കാരണം ദേ ആർ സ്പീക്കിംഗ് അബൌട്ട് വാട്ട് ഹാപ്പൻഡ് ഇൻ ടൈം. I am speaking about what happened in eternity and how it comes to the time. അതാണ് എന്നെ സംബന്ധിച്ചുള്ള പൊസിഷൻ. അപ്പോൾ നമ്മൾ ഇറ്റേണിറ്റിയിൽ എന്ത് ഒരുക്കി വെച്ചിട്ടുണ്ടോ അതിനെ വിശ്വാസം കൊണ്ട് എങ്ങനെ അപ്രോപ്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ് എൻ്റെ ടീച്ചിങ്. സയന്റിഫിക്കേഷൻ ആയാലും ശരി, നീതീകരണം ആയാലും ശരി, എന്തായാലും ശരി, വാട്ട് എവർ ജീസസ് ഹസ് പ്രിപ്പയർഡ് ആസ് എ ധനം, ആസ് എൻ ഇൻഹെറിറ്റൻസ് ഫോർ us, ഇൻക്ലൂഡിങ് തേജസ്കരണം, അത് നമ്മൾ എങ്ങനെ വിശ്വാസത്താൽ നേടാം. നോട്ട് ബൈ യുവർ വർക്ക്സ്, ബൈ ഹാവിങ് എ സിമ്പിൾ ടോട്ടൽ ഫെയ്ത്ത് ഇൻ ദ ലോർഡ്. ആ ഫെയ്ത്ത് എന്ന റൂട്ടിലൂടെ. So my emphasis is on faith and grace, and faith alone, grace alone പൊസിഷനാണ്. വിശ്വാസമില്ലാതെ വിശ്വസിച്ച് സ്നാനമേൽക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാകപ്പെടും എന്നുള്ളത് ബൈബിളിലെ ഒരു ഫണ്ടമെന്റൽ ടീച്ചിങ് തന്നെയാണ്. നിങ്ങൾ ഇത്രയും അടയാളങ്ങൾ കണ്ടിട്ട് നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ കർത്താവ് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ കഷ്ടം, അയ്യോ കഷ്ടം. സോ വി കനോട്ട് ഡിനൈ ദാറ്റ്. നമ്മുടെ രക്ഷ ഇത്ര ബ്യൂട്ടിഫുൾ ആകുന്നതും ഇതിന്റെ ബാക്ക്ഡ്രോപ്പിൽ കത്തിയിരിക്കുന്ന ഒരു നരകം ഉള്ളതുകൊണ്ടാണ്. ജീസസ് പുള്ളിങ് മീ ഔട്ട് ഫ്രം ദെയർ. അതാണ് ഇതിനകത്ത് ബ്യൂട്ടി. അല്ലെങ്കിൽ രക്ഷ എന്ന് പറയുന്നതിനകത്ത് ഒരു ഭംഗിയില്ല. കാരണം ഞാൻ ഇത്ര സന്തോഷിക്കാനും കർത്താവിന് വേണ്ടി ജീവൻ കളഞ്ഞേക്കാവും തീരുമാനിക്കാനും ഒക്കെയുള്ള എൻ്റെ ഫാക്ടർ എന്താണെന്നറിയോ? ഹി ഗേവ് മീ എ ബ്യൂട്ടിഫുൾ സാൽവേഷൻ. ഹൗ ഐ ഡോണ്ട് നോ. അപ്പൊ ഹൗ ഐ ഡോണ്ട് നോ എന്നുള്ളതുകൊണ്ട് എനിക്ക് നന്ദി പറയാനല്ലാതെ വേറൊന്നും. അതർവൈസ് എന്തായിരുന്നേനെ എൻ്റെ അവസ്ഥ എന്ന് ആലോചിക്കുന്നു. ആ നിത്യനരകത്തിന്റെ ടീച്ചിങ് അവിടെ ഉണ്ടാകുന്ന എന്തുകൊണ്ടാണെന്നറിയോ? അതുണ്ടായില്ലെങ്കിൽ വി കനോട്ട് സഫീഷ്യൻ്റ്ലി ഗ്ലോറിഫൈ ദ ലോർഡ്. കാരണം അവന്റെ കോപം, നേരത്തെ ചോദിച്ച ഒരു ചോദ്യത്തിന് പൂർണ്ണോത്തരം ഞാൻ പറഞ്ഞില്ലാന്ന് തോന്നുന്നു. ദൈവസ്നേഹമാണ്. അപ്പോൾ അവന്റെ കോപവും വിശുദ്ധമാണ്. അതായത് സപ്പോസ് ദൈവം തീരുമാനിക്കുകയാണ് ഇത്രയും കോടി ജനങ്ങൾ ലോകത്തുണ്ട്, ഒരെണ്ണോ നേരെ ചൊവ്വയല്ല, അതറിയാലോ, ഒരെണ്ണോ ശരിയല്ല, ബൈബിൾ പറയുന്നത്. എല്ലാത്തിനെയും കൂടെ തൂത്തുപറക്കി നരകത്തിലോട്ടിട്ട് പുതിയൊരു സെറ്റ് ഓഫ് മാൻ ഉണ്ടാക്കാം എന്ന് ദൈവം തീരുമാനിച്ചിരുന്നെങ്കിലും ദൈവം നീതിമാനും സ്നേഹവാനും തന്നെയാണ്. ദൈവത്തെ സ്നേഹവാനാക്കാൻ നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഒരു ആർഗ്യുമെന്റും വെക്കേണ്ട കാര്യമില്ല. അപ്പൊ ദൂതന്മാർ എങ്ങനെ ദൈവത്തെ ആരാധിച്ചെന്നറിയാം? ദൂതന്മാര് പറഞ്ഞേനെ, ഓ ഇത്രയും ദുഷ്ടന്മാരായ യുവന്മാരെ ഒന്നും സ്വർഗത്തിൽ കയറ്റാതെ എല്ലാത്തിനും നരകത്തിൽ എറിഞ്ഞ നമ്മുടെ ദൈവം അത്ര പരിശുദ്ധം, ഒരു കുറവും ദൈവത്തിനുണ്ടാവില്ല. അപ്പൊ ദൈവത്തിന്റെ സ്നേഹവും നീതിയൊന്നും നമ്മുടെ ഈ വായ കൊണ്ടോ ചുണ്ടുകൊണ്ടോ ബുദ്ധി കൊണ്ടോ നടക്കാൻ ശ്രമിക്കാൻ പാടില്ല. വി ഗ്ലോറി ഇൻ അവർ സാൽവേഷൻ ആൻഡ് പ്രീച്ച് ലൈക്ക് ആൻ അർമീനിയൻ. പക്ഷെ രക്ഷയുടെ ബന്ധം തന്നെ പലതും നമ്മൾ രക്ഷ, വീണ്ടും ജനനം, മാനസാന്തരം ഇതെല്ലാം ഒന്ന് തന്നെയാണെന്നുള്ളൊരു ബോധ്യത്തില് ഇപ്പം നമ്മൾ കുറച്ച് തിന്മ പ്രവൃത്തികൾ ചെയ്ത് ജീവിച്ചൊരു വ്യക്തി അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ദൈവഭാഗത്തേക്ക് കടന്നു വരുന്നു, മനം തിരിയുന്നു. അതാണ് ഈ തിന്മയുടെ വഴികളെ വിട്ട് നല്ല നടപ്പ് സ്വീകരിക്കുന്നതാണ് വീണ്ടും ജനനം അല്ലെ രക്ഷ എന്നുള്ളൊരു ചിന്തയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു നല്ല നടപ്പിലോട്ട് വന്ന വ്യക്തി അവന്റെ പഴയ നിലപാടുകളോ അല്ലെങ്കിൽ മറ്റു ചില തിന്മകളോ ആവർത്തിക്കുമ്പോൾ അപ്പൊ ഞാൻ രക്ഷിക്കപ്പെട്ടതല്ല, അല്ലെങ്കിൽ ഞാൻ അന്ന് രക്ഷിക്കപ്പെട്ട രക്ഷ നഷ്ടപ്പെട്ടു പോയി എന്ന് ചിന്തിക്കാറുണ്ട്. അപ്പൊ ഈ മാനസാന്തരത്തെയും വീണ്ടും ജനനത്തെയും ഒന്ന് വേർതിരിച്ച് എന്താണെന്ന് പറയാമോ? ഓക്കെ, അതായത് മാനസാന്തരം എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നുള്ളതാണ് ഇതെല്ലാം. ഞാൻ പ്രസംഗിക്കുന്ന മാനസാന്തരം ശരിക്കും ഈ മനുഷ്യരുടെ കമ്മീഷൻ ആൻഡ് ഒമിഷൻ എന്നുള്ള തലത്തിൽ നല്ല ഞാൻ സംസാരിക്കുന്നു. പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഇവിടെ ഈ ദോഹ ചർച്ച് ഓഫ് ഗോഡിൽ മാനസാന്തരത്തെ കുറിച്ചാണ് 2 ദിവസം സംസാരിച്ചത്, 3 ദിവസം സംസാരിച്ചത്. അപ്പം എന്നെ സംബന്ധിച്ച് പുതിയ നിയമ മാനസാന്തരം ഈസ് നോട്ട് അബൌട്ട് ബ്രേക്കിംഗ് ഓർ നോട്ട് ബ്രേക്കിംഗ് ദ കമാൻഡ്മെന്റ്. ഈ ബ്രേക്കിംഗ് ഉണ്ടാകുന്നത് തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു പാപത്തിന്റെ ഫോഴ്സ് ഉള്ളതുകൊണ്ടാണ്. ന്യൂ ടെസ്റ്റാമെന്റ് ഈസ് മോർ കൺസേൺഡ് അബൌട്ട് ദ ഫോഴ്സ് ഇൻ ഓപ്പറേഷൻ. അതായത് പാപജടത്തിന്റെ ശക്തിയാണ് പുതിയ നിയമത്തിലെ കൺസേൺ. ഇപ്പം നമുക്ക് പനി വന്നാൽ പാരസെറ്റമോൾ കഴിക്കാം, പക്ഷെ അത് താൽക്കാലികമാണ്. ഇന്ന് പെന്തക്കോസ്റ്റ് ചർച്ചിൽ പൊതുവെ കാണുന്ന താൽക്കാലികമായ മാനസാന്തരങ്ങളാണ്. താൽക്കാലികമായ മാനസാന്തരങ്ങൾ കുറച്ച് നേരത്തേക്ക് മാത്രം നിലനിൽക്കുന്നു, അത് കഴിയുമ്പോൾ പിന്നെ അയാൾ പഴയ ആളാവുക. പക്ഷെ മാനസാന്തരം എന്ന് പറയുന്ന
നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ സ്റ്റാർട്ട് ചെയ്യുകയും പിന്നെ ഒരിക്കലും അവസാനിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മരിക്കുന്നവരെ. അവരുടെ പഴയ മനുഷ്യൻ, പാപം ചെയ്യാൻ കപ്പാസിറ്റിയുള്ള പഴയ മനുഷ്യൻ ഓരോ നിമിഷവും ക്രൂശിൽ ഉപേക്ഷിക്കപ്പെടും. അതാണ് മനസ്സിലാക്കുന്നത്. അവിടെ ഞാൻ മരിക്കുക. ഐ കൺഫസ് മൈ ഡെത്ത് ടു മൈ ഓൺ ബീയിങ്, മൈ ഓൺ തോട്ട്സ്. എൻ്റെ ചിന്തകളോട്, എൻ്റെ ആഗ്രഹങ്ങളോട്, എൻ്റെ വിചാരങ്ങളോടെല്ലാം ഞാൻ മരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് ശരിക്കും മാനസാന്തരം എന്ന് പറയുന്നത്. ഈ മാനസാന്തരമാണ് വന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് മാത്രമേ വരുള്ളൂ. ദാറ്റ്സ് കണക്റ്റഡ് വിത്ത് സാൽവേഷൻ. പക്ഷേ മാനസാന്തരം ഈസ് ഡിഫറെൻറ്റ്, രക്ഷ ഈസ് ഡിഫറെൻറ്റ്, വീണ്ടും ജനനം ഈസ് ഡിഫറെൻറ്റ്. അത് മൂന്നാണ്. മാനസാന്തരപ്പെടുന്നത് നമ്മുടെ മരണമാണ്. വീണ്ടും ജനനം എന്ന് പറയുന്നത് ആത്മാവിനാൽ നമ്മൾ പുതുതായി സൃഷ്ടിക്കപ്പെടുന്നതാണ്. പൗലോസ് പറയുന്ന പോലെ ജീവിക്കുന്നത് ഞാനല്ല എന്ന് പറയുന്ന മാനസാന്തരവും ക്രിസ്തു അത്രേ എന്ന് പറയുന്ന വീണ്ടും ജനനമാണ്. നമ്മൾ പഴയതിൽ നിന്ന് തിരിഞ്ഞാൽ മാത്രം പോരാ, ക്രിസ്തുവിലാവുകയും വേണം. ഇൻ ടൈം ക്രിസ്തു നമ്മളിൽ വരണം. അവന്റെ ജീവൻ നമ്മളിൽ വരണം. അപ്പോഴേ നമ്മൾ വീണ്ടും ജനിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. വി നീഡ് ടു ഗെറ്റ് ദാറ്റ് ന്യൂ ലൈഫ്. മാനസാന്തരം വൺ സൈഡ്, ദ അതർ സൈഡ് ഈസ്. അതാണ് നമ്മൾ റോമലേഖനം 6 കാണുന്നത്. നിങ്ങൾ അവന്റെ മരണത്തിന്റെ സദൃശ്യത്തോടെ ഏകീഭവിച്ചാൽ, ദാറ്റ് മീൻസ് ഇഫ് യു റിപ്പന്റ് ബൈ എ ഡെത്ത് എക്സ്പീരിയൻസ്. മരണകരമായ ഒരു മാനസാന്തരം, ഞാനില്ലാത്ത അവസ്ഥയിലേക്കുള്ള ഒരു മാനസാന്തരം നിങ്ങൾക്ക് വന്നാൽ, എപ്പോഴെല്ലാം അത് വരുന്നുണ്ടോ അപ്പോഴെല്ലാം മറുവശം മാറ്റി പുതിയ ജീവൻ മാറ്റി നിങ്ങൾ ജീവന്റെ പുതുക്കത്തിൽ നടക്കും. അതായത് നിങ്ങൾ മരണത്തിന്റെ സദൃശ്യത്തോട് അനുരൂപപ്പെട്ടാൽ അവന്റെ പുനരുത്ഥാനത്തിന്റെ സദൃശ്യത്തോടും അനുരൂപപ്പെടും. അപ്പൊ ഇത് റിപ്പൻഡൻസ് ആൻഡ് ന്യൂ ബർത്ത് രണ്ട് സംഭവിച്ച ഒരാളുടെ കാര്യമാണ്. റീബർത്ത് കംസ് ഫ്രം എബവ് ബൈ ദ ബ്ലോയിങ് ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. എന്നാൽ മാനസാന്തരം, അയ്യോ പുതിയൊരു ജീവനെ ഞാൻ കണ്ടു, എൻ്റെ പഴയ ജീവൻ കർത്താവെ നശിച്ചതാണല്ലോ, നിനക്ക് ഇഷ്ടമില്ലാത്തതാണല്ലോ എന്നുള്ള നിലവിളിയാണ് മാനസാന്തരം. അത് കണ്ടിന്യൂസ് ആണ്. ഇപ്പം ഞാൻ ഇരിക്കുമ്പോഴും എൻ്റെ ഹൃദയത്തിൽ ആ ഒരു അലർച്ചയുണ്ട്. ഐ എം അൺവർത്തി, യുവർ ലോഡ്, യു അലോൺ ആർ വർത്തി. ഇതാ റിപ്പൻഡൻസ് ആൻഡ് വീണ്ടും ഞാൻ ഒരേ സമയത്ത് വർക്ക് ചെയ്യുന്നത്. അതേസമയത്ത് ഇന്ന് നമ്മൾ ഈ ഗുഡ് ആൻഡ് ബാഡിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മാനസാന്തരത്തെ വ്യാഖ്യാനിക്കുന്നത്. സൽപ്രവൃത്തികൾ, ദുഷ്പ്രവൃത്തികൾ. അപ്പൊ ദുഷ്പ്രവൃത്തികൾ, സൽപ്രവൃത്തികൾ എന്നുള്ള മാനസാന്തരം പോലും ദൈവികമായ വെളിപ്പാടിൽ നിന്ന് വരുന്നതല്ല. അതെല്ലാം മതങ്ങളിലുള്ളതാണ്, എല്ലാ സിസ്റ്റങ്ങളിലുള്ളതാണ്. അതല്ല ദൈവികമായ വെളിപ്പാടിനനുസരിച്ചുള്ള പുതിയ മാനസാന്തരം എന്ന് പറയുന്നത്. കുറെ സൽപ്രവൃത്തികൾ ചെയ്തു എന്ന് വിചാരിച്ചോണ്ടോ, കുറെ കാര്യങ്ങൾ ഈ ഭൂമിയിൽ ചെയ്തു എന്ന് വിചാരിച്ചോണ്ടോ നമുക്ക് നമ്മുടെ രക്ഷയോട് കൂട്ടുവാനോ കുറയ്ക്കുവാനോ സാധിക്കും. അതുകൊണ്ട് പിന്നെ ഇനി പറയാനുള്ളത് രക്ഷ എന്ന വിഷയം കുറച്ചുകൂടെ വിശാലമായ അർത്ഥത്തിൽ നമ്മൾ കാണേണ്ട കാര്യമാണ്. രക്ഷയ്ക്ക് 3 തലങ്ങളുണ്ട്. ആത്മരക്ഷ, ദേഹിയുടെ രക്ഷ, ദേഹത്തിന്റെ രക്ഷ. 3 തലങ്ങളുണ്ട്. 3 കാലങ്ങളിലായിട്ടാണ് നടക്കുന്നത്. ഒന്ന്, നാം എപ്പോൾ വിശ്വസിക്കുന്നോ അപ്പോൾ നമ്മൾ ആത്മരക്ഷ പ്രാപിക്കുകയും, വിശ്വാസത്തിന്റെ ബേസിലാണത്. ഇനി നമ്മുടെ പ്രാണന്റെ രക്ഷ, അതായത് ദൈവത്തിന്റെ നീതിയാൽ, വിശുദ്ധിയാൽ നമ്മൾ നിറയുന്ന ദേഹി രക്ഷ, അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും ഗ്രേസ് ആൻഡ് ഫെയ്ത്തിന്റെ വഴിയിലാണ് നടക്കുന്നത്. 3ാമത്തെ രക്ഷ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ കാഹളനാദം കേൾക്കുമ്പോൾ മണ്ണിൽ മറഞ്ഞ് നമ്മുടെ ശരീരത്തിന്റെ രക്ഷയാണ്. അതിന് ഭാവിയിൽ നടക്കാനിരിക്കുന്ന രക്ഷയാണ്. അപ്പൊ രക്ഷ എന്ന് പറയുന്നതിനകത്ത് ഇതെല്ലാം അടങ്ങിയിരിക്കുന്ന ദ ഹോൾ സിസ്റ്റത്തെയാണ് രക്ഷ എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് എപ്പോൾ രക്ഷാ നിർണയം പ്രാപിച്ചെന്ന് ബോധ്യം ലഭിക്കും. രക്ഷാ നിർണയം ഈസ് എ ഗിഫ്റ്റ്. രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും ആ ഗിഫ്റ്റ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രയാസകരമായ കാര്യം. ഇനി രക്ഷിക്കപ്പെടാത്ത ചിലർക്ക് ഫാൾസ് അഷുറൻസ് ഉണ്ടെന്നുള്ളതും ഒരു വലിയ ഗുലുമാരി പിടിച്ച കാര്യമാണ്. ഇത് നല്ലൊരു സഭയിലെ ടീച്ചിങ്സിന് കീഴടങ്ങി ഇരുന്നാലേ ശരിക്കും അത് വ്യക്തമായിട്ട് ജീവിതം കൊണ്ട് പഠിക്കാൻ പറ്റുള്ളൂ. കാരണം വിത്ത് വൺ ടീച്ചിങ് ഐ കാനോട്ട് ഗിവ് യു ആൻ അഷുറൻസ് ഓഫ് സാൽവേഷൻ. അതിന്റെ കാര്യം, രക്ഷിക്കപ്പെട്ട ഒരാള് അഷുറൻസ് പ്രാപിക്കുന്നതിന് ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദം കേൾക്കുകയും ആ നടപ്പ് നടക്കുകയും വേണം. തുടർച്ചയായി ദൈവത്തിന്റെ ശബ്ദമാണ് നമുക്ക് അഷുറൻസ് തരുന്നത്. നമുക്ക് പലപ്പോഴും അഷുറൻസ് നഷ്ടപ്പെടുന്നത് നമ്മുടെ സ്വന്തം ബുദ്ധിയിലേക്കും ജീവനിലേക്കും നമ്മുടെ പ്രവൃത്തികളിലേക്കും നമ്മൾ തിരിയുമ്പോഴാണ്. നമ്മൾ എപ്പോഴെല്ലാം ദൈവത്തിന്റെ സന്നിധിയിലിരിക്കുന്ന വിശ്വാസത്താൽ നോക്കുമ്പോഴല്ലേ അഷുറൻസ് നമുക്കുണ്ടാകും. രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും അഷുറൻസ് ഇല്ലാത്തതിന്റെ കാരണം പല സമയത്തും അവർ ഡൈവേർട്ട് ആയി പോകുന്നതുകൊണ്ടാണ്. ദേ വിൽ കം ബാക്ക് അഗെയിൻ, ഗെറ്റ് ദാറ്റ് അഷുറൻസ്. ആഫ്റ്റർ സം ടൈം ദേ വിൽ ഗോ ബാക്ക് അഗെയിൻ, ലൂസ് ദാറ്റ് അഷുറൻസ്. ഇപ്പൊ സ്ഥിരമായ ഒരു അഷുറൻസ് എനിക്ക് കിട്ടാൻ കുറെ നാളെടുത്തു. രക്ഷിക്കപ്പെട്ട് 20 വർഷമെങ്കിലും 20 ഒരു 15 വർഷമെങ്കിലും കഴിഞ്ഞിട്ടാണ് ഞാൻ ഏറ്റവും കുറഞ്ഞ രക്ഷാ നിർണയം ഞാൻ പ്രാപിക്കുന്നത്. കാരണം ഐ ബിലോങ് ടു ഹിം എന്ന് എനിക്ക് ആത്മാവിന്റെ ശബ്ദം എനിക്ക് കേൾക്കാൻ പറ്റിയത്. ടേക്സ് ടൈം. ആ രക്ഷാ നിർണയം എന്ന് പറയുന്നത് പ്രാപിക്കുമ്പോൾ യു ബിക്കം വെരി പവർഫുൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഡോണ്ട് ബിലോങ് ഹിയർ. നിനക്കറിയാം നീ ഇവിടുത്തെ അല്ല ആള്.
ഇവിടുത്തെ ഒന്നും നിന്നെ ബാധിക്കേണ്ട കാര്യമില്ല, ഈ ബിലോങ് ദയർ എന്നൊരു ഉറപ്പ് വരുമ്പോൾ ലോകം നമുക്കൊന്നുമില്ല എന്ന് മനസ്സിലാണെങ്കിൽ യു നീഡ് ടു ഗെറ്റ് ദാറ്റ് അഷുറൻസ്. ഈ അഷുറൻസ് കുറച്ച് കാലം കഴിയും നമ്മൾക്ക് ലഭിച്ചെന്നേ, ബട്ട് ഇറ്റ് ഹാപ്പൻ. നമ്മളത് അക്നോളജ് ചെയ്യാൻ സമയം എടുത്തു. നമുക്ക് മനസ്സിലാകുന്നില്ല നമ്മുടെ ലിസണിങ് പ്രോബ്ലം കാരണം നമ്മൾ പലപ്പോഴും പലവിധമായ തിന്മ പ്രവൃത്തിയുടെ തലത്തിലുള്ള തെറ്റുകൾ വരുമ്പോൾ അപ്പൊ ഞാൻ എന്നെ തന്നെ ഡൗട്ട് ചെയ്യുന്നുണ്ട്, സാർ ഐ വാസ് റിയലി ബോൺ അഗെയിൻ, എങ്കിൽ ഇതിങ്ങനെ സംഭവിക്കുമോ? ഉദാഹരണത്തിന് ദൈവം എങ്ങനെ ക്ഷമിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ദൈവം എന്നെ പഠിപ്പിച്ചൊരു പാഠം. എൻ്റെ മകൻ ഇങ്ങനെ സുഖമില്ലാതെ ഒരു ഹോസ്പിറ്റലിൽ കിടക്കായിരുന്നു, ഇറ്റ്സ് വെരി സീരിയസ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്നും മനസ്സിലാകുന്നില്ല, എല്ലാ ടെസ്റ്റും നെഗറ്റീവാണ്, ഹിസ് ബോഡി ഈസ് റെസ്പോണ്ടിങ് വെരി ബാഡ്ലി, ശരീരമെല്ലാം വീർത്ത് ഒരു എന്താ പറയുന്നത് പല കോംപ്ലിക്കേഷൻസിൽ ഒരു ടെസ്റ്റും പോസിറ്റീവ് അല്ല. ഗ്രീൻ കളറിൽ വോമിറ്റ് ചെയ്യുന്നു, പല പല സിക്നസസ്. അപ്പം 3 ദിവസമായി 4 ദിവസം ഒരു മാറ്റം. 4-ാം ദിവസം രാവിലെ ഞാൻ ഡോക്ടർ ചോദിച്ചു ഒരു മാറ്റമില്ലല്ലോ. അപ്പോൾ ഡോക്ടർ ആദ്യം ഭയങ്കര ടെൻഷനായിരുന്നു, എന്താണെന്ന് പിടിയിട്ടുന്നില്ല, പല ടെസ്റ്റ് ചെയ്യുന്നു. 4-ാം ദിവസം രാവിലെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു നോ പ്രോബ്ലം, ഹി വിൽ ബി ഓൾ റൈറ്റ്. അപ്പം ഞാൻ പറഞ്ഞു ഒരു ലക്ഷണവും മാറിയിട്ടില്ലല്ലോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആദ്യം വന്നപ്പോഴേ ഇവന് കൊടുത്ത മരുന്ന് ഇവൻ്റെ ഉള്ളിൽ ഒരു ബാക്ടീരിയ കയറിയിട്ടുണ്ട് ഗട്ടിൽ, ആ ബാക്ടീരിയാണ് ഈ പ്രോബ്ലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ആദ്യം വരുമ്പോൾ അറിയില്ലായിരുന്നു. സ്റ്റൂളും ഇതെല്ലാം കൾച്ചറിന് വിട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ സാധനം ഇതിനകത്തുണ്ടെന്ന് മനസ്സിലാവുന്നത്. ദൈവത്തിൻ്റെ കൃപയാൽ ഈ റിസൾട്ട് വരുന്നതിന് മുമ്പേ വന്നതിൻ്റെ 2-ാം ദിവസം മുതൽ ഇതിന് പറ്റിയ ആൻറ്റിബയോട്ടിക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് വർക്ക് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും, കാരണം ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ബാക്ടീരിയ. 2 ദിവസങ്ങളിൽ ഹി വിൽ ബി നോർമൽ. ഇതിനകത്ത് രസം എന്നറിയാം, ദൈവം ഡോക്ടറുടെ സ്ഥാനം സങ്കല്പിച്ചു നോക്കി. ആദ്യം നമ്മുടെ പാപങ്ങളോട് ക്ഷമിക്കുന്നില്ലായിരുന്നു, പക്ഷെ വൺസ് ദാറ്റ് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ടഡ് വർക്കിംഗ്, ക്രോസ് സ്റ്റാർട്ടഡ് വർക്കിംഗ്, അത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ക്രൂശ് നമ്മളിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പാപജടം ഓരോ ദിവസം തകർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? അപ്പം അതൊക്കെ ആ ലക്ഷണങ്ങളോടങ്ങ് ക്ഷമിച്ചു. കുറച്ച് അവിടെ ചാടുന്നുണ്ട്, കുറച്ച് ചാടുന്നുണ്ട്. പക്ഷെ എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. ആർക്കാ? അനുഭവിക്കുന്ന ആൾക്ക് ക്ഷമിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അവൻ്റെ ഉള്ളിൽ വെപ്രാളോ, കർത്താവ് എന്ന് ഈ പാപം എൻ്റെ പോകും. അത് മാറി അവൻ ശുദ്ധീകരണം പ്രാപിച്ച് ദൈവത്തിൻ്റെ സന്നിധി നിൽക്കുന്നവർ ഇവന് സമാധാനമില്ല. പക്ഷെ ദൈവത്തിൻ്റെ ക്ഷമ അതിൻ്റെ മുകളിൽ ഒരു അംബ്രല്ല പോലെ ഇങ്ങനെ നിൽക്കും. അതേസമയത്ത് ഈ ക്രൂശ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അവന് പിന്നെ ഒന്നും അനുഭവിക്കാൻ പറ്റില്ല, കാരണം അവനിൽ ഈ ബാക്ടീരിയ മരണത്തിനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ പുതിയ നിയമത്തിലെ മാനസാന്തരം ഫെയ്ത്തിന്റെ കൂടെയുള്ളൊരു സാധനമാണ്. ഫെയ്ത്ത് ഉണ്ടെങ്കിൽ എന്തും വർക്ക് ചെയ്തിരിക്കണം, ഈ മാനസാന്തരം വർക്ക് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഫെയ്ത്ത് ജെനുവിൻ അല്ല. മാനസാന്തരം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഓൾഡ് മാൻ ഈസ് ക്രൂസിഫൈഡ് ഡെയിലി. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ചാടി വരും, പഴയത് ഓർമ്മ വരും. ഒരു പ്രാവശ്യം ലൂസ് മോഷൻ പോകും, നേരത്തെ പല പ്രാവശ്യം. ഫ്രീക്വൻസി കുറഞ്ഞു, ഇന്റൻസിറ്റി കുറഞ്ഞു. കാരണം എന്താ? ഇത് പതുക്കെ മരുന്ന് അകത്ത് വർക്ക് ചെയ്തു. നമ്മളൊരു ലോങ് പ്രോസസ് ഓഫ് അവർ ലൈഫിലൂടെ നമ്മൾ ആ പൂർണ്ണ വിശുദ്ധീകരണത്തിലൂടെ നടക്കണം. പക്ഷെ ആവാം നേരത്തെ നമ്മൾ യേശുവിനെ പോലെ ഒന്നും പെർഫെക്റ്റ് ആവുന്നില്ല. പക്ഷെ ആ വാക്കിംഗ് ഈസ് എ ഗിഫ്റ്റ്. ക്രിസ്തുവിൽ നമ്മളെപ്പോഴും കംപ്ലീറ്റ്. അതാ കൊളോസിയക്കാരൻ പറഞ്ഞു, ഇൻ ക്രൈസ്റ്റ് വി ആർ ഓൾവേസ് കംപ്ലീറ്റ്. പക്ഷെ ഫങ്ഷണലി വി ആർ റണ്ണിങ് ദാറ്റ് റേസ്. ഞങ്ങളുടെ കുഞ്ഞ് സൗഖ്യമായി 1.25 വയസ്സുള്ള കൊച്ചു സൗഖ്യമായി വന്നു. ഭയങ്കര വിശപ്പാ, ഭയങ്കരമായിട്ട് ആഹാരം കഴിക്കുന്നു. പക്ഷെ ഞങ്ങൾക്കൊരു സന്തോഷമില്ല, കാരണം കാലിന് കഴിക്കൊന്നും ബലമില്ല. പൂർണ്ണ ആരോഗ്യം പ്രാപിക്കാൻ പിന്നെ 1-2 ആഴ്ച എടുത്തു. അതുവരെ ഇതാണ് ഒരു വിശ്വാസിയുടെ ഫ്രസ്ട്രേഷൻ. അവന് പാപം ഉള്ളിൽ സഹിക്കാൻ പറ്റില്ല, ഒരു തുള്ളി പോലും സഹിക്കാൻ പറ്റില്ല. ബിക്കോസ് ദാറ്റ് റിപ്പന്റൻസ് ഈസ് വർക്കിംഗ് ഇൻ യു. ഇതാണ് സാൽവേഷൻ്റെ ഒരു പ്രോസസ്. അപ്പോൾ വായിക്കുമ്പോൾ ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഐ ഡൈഡ് ഓൾറെഡി, നോ മോർ ക്രൈസ്റ്റ് ലീവ്സ് ഇൻ മീ എന്ന് പറയുമ്പോൾ ഞാൻ മരിച്ചു എന്ന് പറയുകയും ഐ നോ മോർ എന്ന് പറയുകയും ചെയ്യുന്ന ഒരു പൊസിഷനിൽ ജീവിക്കുന്ന ദൈവത്തിൽ പലപ്പോഴും പ്രാക്ടിക്കൽ നോക്കുമ്പോഴത്തേക്ക് സ്റ്റിൽ അവിടെ ഇവിടെ അത് തന്നെ പലതും വരുന്നു. ബട്ട് അപ്പൊ ഞാൻ മരിച്ചില്ലോ, എന്റെ മരണം യാഥാർത്ഥ്യമല്ലായിരുന്നോ? എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കും? മരണം എന്ന് പറഞ്ഞാൽ ഇറ്റേണലി യാഥാർത്ഥ്യമായിരുന്നു, പക്ഷെ ടൈമില്ല. അതൊരു ജുഡീഷ്യൽ ആക്ട് ആണ്. അതായത് ദൈവം എന്റെ മരണം അംഗീകരിച്ചു. വെൻ ജീസസ് ഡൈഡ്, ഐ ഡൈഡ് വിത്ത് ഹിം. പക്ഷെ നമ്മുടെ ടൈമിലേക്ക് ഇത് വരുന്നത് ഓവർ എ പീരീഡ് ഓഫ് ടൈമാണ് ഈ മരണം നമ്മളിൽ നടപ്പാകുന്നത്. ഒറ്റയടിക്കാണെങ്കിൽ ദൈവത്തിന് നടത്താം, പക്ഷെ അതിൽ വിശദീകരിക്കാൻ പറ്റില്ല. നമ്മളെ ഒറ്റയടിക്ക് നമ്മുടെ പഴയ മനുഷ്യൻ മരിച്ചു നമ്മൾ തട്ടിപ്പോവും. കാരണം നമുക്ക് ആ പുതിയ ജീവനായിട്ട് പൊരുത്തപ്പെടാൻ പറ്റില്ല. കുറേ നാൾ വീട്ടിൽ താമസിച്ച് കുറച്ച് ലൈറ്റ് കൊടുത്ത് വെളിയിറക്കുന്ന പോലെ ദൈവ പാപത്തിൻ്റെ കുഴിയിൽ നമ്മളെ വലിച്ച് എടുക്കുമ്പം തുള്ളിയുടെ നമ്മളിൽ ചാടും. കർത്താവിനെ മടിയിൽ ഇരുത്തി തേച്ച് കുളിപ്പിച്ചപ്പം പഴയതിങ്ങനെ ഒടിഞ്ഞ് നുറുങ്ങിയാണ് പോയിക്കൊണ്ടി. അങ്ങനെ നമ്മളെ രക്ഷിക്കാൻ പറ്റുള്ളൂ.
അതുകൊണ്ട് ഇറ്റേണലി ഒരിക്കൽ സംഭവിച്ച കാര്യം ബൈ വൺ സാക്രിഫൈസ് ദാറ്റ് അക്കംപ്ലിഷ്ഡ്, അതാണ് എബ്രായ ലേഖനം പറയുന്നത്. പക്ഷെ അത് ടൈമിൽ വരുമ്പോൾ നിത്യതയിൽ നടന്നൊരു കാര്യം നമ്മുടെ ഓരോ സെക്കൻഡിലേക്കാണ് അത് വിവർത്തനം ചെയ്യപ്പെടുന്നത്. ഇപ്പം ഞാൻ മരിച്ചു എന്നുള്ള സത്യം ഈ സെക്കൻഡിൽ ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും എന്നിൽ വർക്ക് ചെയ്യണം. ഇപ്പം ഞാൻ പറയണം, കർത്താവ് ഞാനല്ല, നീ സംസാരിക്കണം. ഐ ആം ഓൺ ദ ക്രോസ്. ഐ ഹാവ് ടു എക്സ്പീരിയൻസ് ദാറ്റ് എവരി മൊമെന്റ് ബൈ ഫെയ്ത്ത്. ഒരിക്കൽ മരണം സംഭവിച്ചെന്ന് പറയുകയും അപ്പോൾ തന്നെ ദിനംപ്രതിയുള്ള മരണം സംഭവിക്കും. അതായത് ജുഡീഷ്യലി സംഭവിച്ചു. ഫോർ എക്സാമ്പിൾ, ഇനി നമ്മൾ മരിക്കണ്ട, ഫിസിക്കലി മരിക്കണ്ട. ഓക്കെ, അതായത് പാപജട സംബന്ധമായിട്ട് നമ്മൾ ഇനി മരിക്കണ്ട എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ ശിക്ഷയായ മരണത്തിന്റെ ദുരന്തം നമുക്ക് ഇനി ഇല്ല, അത് നീങ്ങിപ്പോയി. ആ മരണം ജുഡീഷ്യലി എനിക്കില്ല ഇനി. അതായത് കോടതി പറഞ്ഞു ഇനി ചേസ് മരിക്കണ്ട. When one man died, all died in him. all എന്ന് പറയുമ്പോൾ വിശ്വസിക്കുന്നു. അപ്പം ജുഡീഷ്യലി ഞാൻ മരിച്ചു ബൈ ഡിസിഷൻ ഓഫ് ഗോഡ്. ചേസ് doesn't have to die again because of his sin. പാപത്താൽ മരിക്കണ്ട, ശരീരത്തെ വിട്ടിട്ട് സ്വർഗത്തിലോട്ട് പോയാൽ മതി. ശരീരത്തിന്റെ ദയസ്കരണത്തിന് വേണ്ടി അതിനിവിടെ വിട്ടിട്ട് സ്വർഗത്തിലോട്ട് പോകാം. യു ഡോണ്ട് ഫേസ് ഡെത്ത് ബിക്കോസ് ഓഫ് യുവർ സിൻ. പാപത്താലുള്ള മരണം നമുക്കിനിയില്ല, അത് തീർന്നു. പക്ഷെ നമ്മുടെ ശരീരം ഇരിക്കുന്നതുകൊണ്ട് ഈ ശരീരത്തിനനുസരിച്ചുള്ള ജീവിതം, പഴയ ജീവിതം മരിക്കാൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ സമയമെടുക്കും. അത് ഹാപ്പൻസ് ഓൺലി ബൈ ഫെയ്ത്ത്. അതുകൊണ്ടാണ് റോമലേഖനം 6:11 പൗലോസ് തന്നെ പറയുന്നത്, നിങ്ങൾ പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുവിൽ ദൈവത്തിനായി ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണിക്കൊണ്ടിരിക്കുക. കൗണ്ട്, റെക്കൺ എന്ന നല്ലൊരു ട്രാൻസ്ലേഷൻ. കൺസിഡർ യുവർ സെൽഫ് ഓൾ ദ ടൈം. കൺസിഡർ, ഞാൻ മരിച്ചത്. അതാണ് ഫെയ്ത്ത്. ആ ഫെയ്ത്ത് റിപ്പൻറ്റൻസ് ഒന്ന് തന്നെയാണ്. സത്യം പറഞ്ഞാൽ മരിച്ചെന്ന് പറയുന്ന ഫെയ്ത്തും ഞാനല്ല ക്രിസ്തു അത്രേ എന്ന് പറയുന്ന ഫെയ്ത്തും. അപ്പോൾ അത് ഓരോ ദിവസം ഫെയ്ത്തിലൂടെയാണ് നമുക്ക് ഈ മരണത്തിന്റെ പങ്കാളിത്തം ലഭിക്കുന്നത്.